പറയാൻ പോകുന്ന ആർട്ടിക്കിൾ 112 ബഡ്ജറ്റിനെ കുറിച്ച് പറയാൻ പോവാം. ഓക്കെ, ഞാൻ ഇനി പറഞ്ഞോട്ടെ. ഇതുവരെ ഉള്ളതൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെയോ ഇപ്പൊ മുതൽ നിങ്ങൾ എന്റെ കൂടെ കംപ്ലീറ്റ്ലി ഉണ്ടാവണം. ഓക്കെ ആണോ? ആർട്ടിക്കിൾ 112 ആണ് ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 112 ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ആർട്ടിക്കിൾ 112 പറയുന്നത്. ബജറ്റിനെ കുറിച്ച് വാർഷിക ധനകാര്യ പ്രസ്താവന. വാർഷിക ധനകാര്യ പ്രസ്താവന. ഓക്കെ അല്ലേ? അപ്പൊ ആർട്ടിക്കിൾ 112 ബജറ്റ് വാർഷിക ധനകാര്യ പ്രസ്താവന എന്നാണ് പറയുന്നത്. ഭരണഘടനയിൽ അവതരിപ്പിക്കുന്നത് രാഷ്ട്രപതിയുടെ പേരിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. ഓക്കെ അല്ലേ? നമ്മുടെ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് നമ്മുടെ സാമ്പത്തിക വർഷം. ആർട്ടിക്കിൾ 112 ആണ് ബജറ്റിനെ കുറിച്ച് പറയുന്നത്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വാർഷിക ധനകാര്യ പ്രസ്താവന അവതരിപ്പിക്കപ്പെടുന്നത് ലോക്സഭയിലാണ്. രാഷ്ട്രപതിയുടെ പേരിലാണത് പ്രസന്റ് ചെയ്യുന്നത്. നമ്മുടെ സാമ്പത്തിക വർഷം എന്ന് ചോദിച്ചാൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവായിരുന്നു ചോദിച്ച PC മഹൽനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവും PC മഹൽനോബിസ് ആണ്. ജൂൺ 29 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഫസ്റ്റ് ബജറ്റ് അവതരിപ്പിച്ചത് 1860 ഫെബ്രുവരി മാസം 29 ജെയിംസ് വിൽസൺ എന്ന് പറയുന്ന ആളാണ്. PC മഹൽനോബിസ് ആണ് ഇന്ത്യയുടെ നാഷണൽ ഇൻകം, സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യയുടെ നാഷണൽ ഇൻകം ആദ്യമായി കാൽക്കുലേറ്റ് ചെയ്ത വ്യക്തിയാണ് PC മഹൽനോബിസ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് PC മഹൽനോബിസ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് PC മഹൽനോബിസ്. ജൂൺ 29 സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യയുടെ നാഷണൽ ഇൻകം ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ച PC മഹൽനോബിസ്. സയന്റിഫിക്കലി ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത ആരെന്ന് ചോദിച്ച VKRV റാവു. ഫസ്റ്റ് ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് വലിയ ഫസ്റ്റ് ബജറ്റ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അഥവാ ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ബജറ്റ് അവതരിപ്പിച്ച ആരെന്ന് ചോദിച്ചാൽ 1860 ഫെബ്രുവരി മാസം 29 ജെയിംസ് വിൽസൺ. ഫസ്റ്റ് ഇന്ത്യൻ വൈസ്രോയി ആയിരുന്ന കാനിങ് പ്രഭുവിന്റെ കാലത്താണ് ഈ ബജറ്റ് അവതരിപ്പിച്ചത്. ഓക്കെ അല്ലെ? സ്വതന്ത്ര ഇന്ത്യയിലെ ഫസ്റ്റ് ബജറ്റ് ആര് അവതരിപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 1947 നവംബർ മാസം 26 RK ഷൺമുഖം ചെട്ടി. ഫസ്റ്റ് ഇടക്കാല ബജറ്റ് 1951-52 കാലത്ത് CD ദേശ്മുഖ്. ഓക്കെ, ചോദിച്ചോളൂ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഫസ്റ്റ് ബജറ്റ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ എന്ന് ചോദിച്ചാലും ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ബജറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ജെയിംസ് വിൽസൺ 1860 ഫെബ്രുവരി മാസം 29 അവതരിപ്പിച്ച ബജറ്റാണ്. ഓക്കെ, ഈ ബജറ്റ് ആരുടെ കാലത്തായിരുന്നു വെച്ചാൽ ഇന്ത്യയുടെ ഫസ്റ്റ് വൈസ്രോയും ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലുമായിരുന്ന കാനിങ് പ്രഭുവിന്റെ കാലത്താണ് ഈ ബജറ്റ് അവതരിപ്പിച്ചത്. ഓക്കെ ആണോ? പറയാം, എല്ലാം പറയാം. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള പോയിന്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇനിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ. ആർട്ടിക്കിൾ 112 ഭരണഘടനയിൽ ബജറ്റിനെ കുറിച്ച് പറയും. വാർഷിക ധനകാര്യ പ്രസ്താവന എന്നാണ് പറയുന്നത്. രാഷ്ട്രപതിക്ക് വേണ്ടിയിട്ടാണ് ഇത് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് PC മഹൽനോബിസ് ആണ്. ഓക്കെ അല്ലേ? ഫാദർ ഓഫ് ഇന്ത്യൻ ബജറ്റ് ആരെന്ന് ചോദിച്ചാൽ PC മഹൽനോബിസ്. സ്വതന്ത്ര ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേയും PC മഹൽനോബിസിന്റെ ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സും PC മഹൽനോബിസ് ആണ്. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ജൂൺ 29 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ. പിന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചാരെന്ന് വെച്ചാൽ VKRV റാവു ആണ്. സോറി, ബജറ്റ് അല്ല, സ്വതന്ത്ര ഇന്ത്യയുടെ നാഷണൽ ഇൻകം ആദ്യമായി സയന്റിഫിക്കലി കാൽക്കുലേറ്റ് ചെയ്തത്. ഇന്ത്യയുടെ നാഷണൽ ഇൻകം ആദ്യമായി സയന്റിഫിക്കലി കാൽക്കുലേറ്റ് ചെയ്ത വ്യക്തിയാണ് VKRV റാവു. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത വ്യക്തിയാണ് PC മഹൽനോബിസ്. ഇന്ത്യയുടെ നാഷണൽ ഇൻകം ആദ്യമായി കാൽക്കുലേറ്റ് ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ
അത് നമ്മുടെ ദാദാഭായ് നവറോജി, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജി. അതായത് ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ദാദാഭായ് നവറോജിയാണ്. എന്നാൽ ശാസ്ത്രീയമായി സിസ്റ്റമാറ്റിക്കലായിട്ട് ശരിയായ രീതിയിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ VKRV റാവു. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതാണ് PC മഹൽനോബിസ്. ഈ PC മഹൽനോബിസ് ആണ് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹമാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയ ജൂൺ 29 സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ. ഓക്കെ ആണോ? ദാദാഭായ് നവറോജിയുടെ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നില്ലേ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. ദാദാഭായ് നവറോജിയുടെ ഒരുപാട് പോയിന്റ് ഉണ്ട്, PSCക്ക് ഒരുപാട് പോയിന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇന്ത്യയുടെ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്തത്. പറയാം സ്ലോ ആയിട്ട് പറയാം. ഭാരത് കൃഷ്ണൻ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ബജറ്റ് ഡേറ്റ് എന്നാ സാർ? ഓക്കെ, പറയാലോ. തുടക്കം വരെ തീർന്നില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. ആർട്ടിക്കിൾ 112 ഭരണഘടനയിൽ ബജറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. അതിനകത്ത് പറയുന്നത് വാർഷിക ധനകാര്യ പ്രസ്താവന എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ 2 പോയിന്റ് ഓക്കെ ആണോ? ഇത് അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ് അവതരിപ്പിക്കുന്നത്. ലോക്സഭയിലെ രാഷ്ട്രപതിയുടെ പേരിലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ സാമ്പത്തിക വർഷം ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞ ഏപ്രിൽ 1 മുതൽ മാർച്ച് മാസം 31 വരെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ. ഫാദർ ഓഫ് ഇന്ത്യൻ ബജറ്റ് ആരാണെന്ന് ചോദിച്ചാൽ PC മഹലനോബിസ് ആണ്. ഈ PC മഹലനോബിസ് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവും. അദ്ദേഹമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത വ്യക്തി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കാൽക്കുലേറ്റ് ചെയ്ത വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഇദ്ദേഹത്തെ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ആദ്യമായിട്ട് ഇന്ത്യയുടെ ദേശീയ വരുമാനം സയന്റിഫിക്കലി, ശാസ്ത്രീയമായി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കലായി കാൽക്കുലേറ്റ് ചെയ്ത ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ VKRV റാവു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഫസ്റ്റ് ബജറ്റ് അവതരിപ്പിച്ചത് വർഷം 1860 ഫെബ്രുവരി മാസം 29 ജെയിംസ് വിൽസൺ എന്നറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം ഏത് വൈസ്രോയുടെ കാലത്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആയിരുന്ന കാനിങ് പ്രഭുവിന്റെ കാലത്താണ്. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയിലെ ഫസ്റ്റ് ബജറ്റ് എന്നായിരുന്നു ചോദിച്ചാൽ 1947 നവംബർ മാസം 26 RK ഷൺമുഖം ചെട്ടി ആയിരുന്നു. കൊച്ചിയുടെ ദിവാനൊക്കെ ആയിരുന്ന RK ഷൺമുഖം ചെട്ടി. ഇത്രയും ഏത് പോയിന്റ് ആണ്? ലാസ്റ്റ് പോയിന്റ് ആണോ? സ്വതന്ത്ര ഇന്ത്യയിലെ ഫസ്റ്റ് ബജറ്റ്, അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബജറ്റ് 1947 നവംബർ മാസം 22 നവംബർ മാസം 26 നമ്മുടെ RK ഷൺമുഖം ചെട്ടിയാണ് ഫസ്റ്റ് ഇന്ത്യയുടെ ധനകാര്യ ബജറ്റ് അവതരിപ്പിച്ചത്, ഫിനാൻഷ്യൽ ബജറ്റ്. ഇനി അതുമായി ബന്ധപ്പെട്ട അടുത്ത ക്വസ്റ്റ്യൻ ഫെബിൻ പറഞ്ഞോ. സ്വതന്ത്ര ഇന്ത്യയിലെ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്ത് സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് PC മഹലനോബിസ്. ഓക്കെ, ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ആദ്യമായിട്ട് ഇന്ത്യ ബജറ്റ് അവതരിപ്പിക്കുന്നത് മലയാളിയായിട്ടുള്ള ജോൺ മത്തായി ആണ്. അത് 1950 ഫെബ്രുവരി മാസം 28 50 ജനുവരി 26 റിപ്പബ്ലിക് ആയി. കറക്റ്റ് 1 മാസവും 2 ദിവസവും കഴിഞ്ഞിട്ട് ഫെബ്രുവരി മാസം 28 1950 റിപ്പബ്ലിക് ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് ജോൺ മത്തായി അവതരിപ്പിച്ചു. ഓക്കെ, ആദ്യത്തെ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നത് CD ദേശ്മുഖ്. ആദ്യ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ CD ദേശ്മുഖ് ആണ്. അത് 51-52 കാലഘട്ടത്തിലാണ് ആദ്യത്തെ ഇടക്കാല ബജറ്റ്.
തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചതും സി ഡി ദേശ്മുഖ് തന്നെയാണ്. 5 ബജറ്റ് അദ്ദേഹം തുടർച്ചയായിട്ട് അവതരിപ്പിച്ചു. ഏറ്റവും കൂടുതൽ ബജറ്റ് ആരെ അവതരിപ്പിച്ചെന്ന് ചോദിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മളെ പ്രധാനമന്ത്രിയുടെ കൂട്ടത്തിൽ പറഞ്ഞായിരുന്നു, മൊറാർജി ദേശായിയാണ് ഏറ്റവും കൂടുതൽ ബജറ്റ്. 10 ബജറ്റ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. 10 ബജറ്റാണ് അത് മൊറാർജി ദേശായി അവതരിപ്പിച്ചത്. തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഡി ദേശ്മുഖാണ്, 5 എണ്ണം. ഓക്കെ അല്ലേ? എന്നാൽ ഏറ്റവും കൂടുതൽ ബജറ്റ് പല സമയത്തായിട്ട് മൊത്തം ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായി, 10 എണ്ണം. ഓക്കെ അല്ലേ? സി ഡി ദേശ്മുഖ് 5 തവണയും തുടർച്ചയായിട്ടാണോ? അതെ, തുടർച്ചയായിട്ട് 5 പൊതുബജറ്റ് തുടർച്ചയായിട്ട് നമ്മുടെ നെഹ്റുവിന്റെ മന്ത്രിസഭയിലായിരുന്നു. തുടർച്ചയായിട്ട് 5 പൊതുബജറ്റ്. ഓക്കെ, അടുത്തത് നമ്മൾ കേരളത്തിലോട്ട് വരുമ്പോൾ 1-2 ചെറിയ കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഫസ്റ്റ് കേരള ബജറ്റ് അവതരിപ്പിച്ചത് ആരെന്ന് അറിയാലോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ മൊറാർജി ദേശായി എവിടെയെങ്കിലും മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ? മൊറാർജി ദേശായി മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, മുഖ്യമന്ത്രി ആയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി. അപ്പൊ മൊറാർജി ദേശായി ആയിരുന്നു അതിന്റെ ആൻസർ കണ്ടത്. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, താങ്ക് യു. ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, ശരി. മൊറാറി അത് നമ്മൾ ആ ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ആൻസർ ഉണ്ടായിരുന്നല്ലേ? ഓക്കെ, ശരി. അതിലെ ആൻസർ മൊറാർജി ദേശായിന്ന് കണ്ടിരുന്നു. പക്ഷെ അതിനൊരു ഡൗട്ട്, അങ്ങനെ ഇതുവരെ വേറെ എവിടെയും കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ ഒരു പോയിന്റ്. അത് നമുക്ക് ചെക്ക് ചെയ്യാം. അതെടുത്ത് വെച്ചോ, നമുക്കത് ചെക്ക് ചെയ്യാം. ശരി, അടുത്ത. ശരി, കേരളത്തിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് സി അച്യുത മേനോനാണ്. കേരളത്തിലെ ഫസ്റ്റ് ബജറ്റ്. അത് നമ്മുടെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച കേരള ധനകാര്യമന്ത്രി ആയിരുന്നു ചോദിച്ചാൽ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, കെ എം മാണിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ സി അച്യുത മേനോനാണ് ഫസ്റ്റ് ബജറ്റ്. ഏറ്റവും കൂടുതൽ ബജറ്റ് കെ എം മാണി. 13 തവണ. അതിനുശേഷം 13 നമ്മുടെ ഒരു മോശപ്പെട്ട നമ്പറാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. ഓക്കെ അല്ലേ? ഫെബ്രുവരി 1-നാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ ബജറ്റ് അവതരിപ്പിക്കുന്ന ഫെബ്രുവരി മാസം 1-നാണ്. അപ്പൊ ഈ ഇടയ്ക്ക് ന്യൂസ് വന്നാണ് നമ്മളെ ഈ ലാസ്റ്റ് ഇയറിലെ അവസാനത്തെ സമ്മേളനം, പാർലമെന്റ് സമ്മേളനം മാറ്റിവെച്ച് ഫെബ്രുവരിയിലെ ബജറ്റ് സമ്മേളനത്തോടൊപ്പം അത് ആഡ് ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഫെബ്രുവരി 1-ാം തീയതിയാണ് ഇന്ത്യയുടെ ബജറ്റ് ഇപ്പൊ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ ബജറ്റ് ഇപ്പൊ അവതരിപ്പിക്കുന്ന ഡേറ്റ് ഫെബ്രുവരി 1-നാണ്. ആദ്യമായിട്ട് ഇന്ത്യയുടെ ബജറ്റ് ഫെബ്രുവരി 1-ന് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് അരുൺ ജെയ്റ്റ്ലിയാണ്. അരുൺ ജെയ്റ്റ്ലി. ഫെബ്രുവരി 1-ന് ഇന്ത്യയുടെ ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ്. ഓക്കെ അല്ലേ? എന്നാൽ ഇനി കുറച്ച് PSCയുടെ കുറച്ച് പോയിന്റുകൾ മാത്രം. ഫസ്റ്റ് ബജറ്റ് അവതരിപ്പിച്ച വനിത ആരെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്. ഫസ്റ്റ് ബജറ്റ് അവതരിപ്പിച്ച വനിത ആരെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ധനകാര്യ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി എന്ന് പറയും. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനകാര്യ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ നിർമ്മല സീതാരാമൻ. ആ ഡൗട്ട് ഓക്കെ ആയോ? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ധനകാര്യ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനകാര്യ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് നിർമ്മല സീതാരാമൻ. ഓക്കെ അല്ലേ? ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ജനറൽ ബജറ്റും റെയിൽവേ ബജറ്റും പറയാം. സോദി എന്താ പറഞ്ഞേ? സാർ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യൂ അവസാനം പറഞ്ഞത്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ധനകാര്യ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. പക്ഷേ ഇന്ത്യയിലെ മുഴുവൻ സമയ ആദ്യത്തെ വനിതാ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് നിർമ്മല സീതാരാമൻ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നമ്മുടെ ഇന്ദിരാഗാന്ധി ഒരുപാട് വകുപ്പുകൾ അവർ കയറി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അത് ആ സമയത്ത് അവർക്ക് ഫുൾ നിയന്ത്രണമുള്ള സമയത്ത് ഇന്ദിരാഗാന്ധി ഒരുപാട് വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു സമയത്ത് അവര് ധനകാര്യ വകുപ്പ് അവർ കൈകാര്യം ചെയ്തു. അതുകൊണ്ട് ആദ്യത്തെ വനിതാ ധനകാര്യ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. പക്ഷെ ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനകാര്യ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് നിർമ്മല സീതാരാമൻ. ഓക്കെ അല്ലേ? റെയിൽവേ ബജറ്റും നമ്മുടെ ധനകാര്യ ബജറ്റും രണ്ടാക്കിയത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് 7 വർഷമെന്ന് ചോദിച്ചാൽ 1924-ലാണ്. 1924 ധനകാര്യ ബജറ്റും റെയിൽവേ ബജറ്റും രണ്ടാക്കി 1924. ഓക്കെ അല്ലേ?
റെയിൽവേ ബജറ്റും അടുത്തത് ഫിനാൻഷ്യൽ ബജറ്റ് നമ്മൾ രണ്ടായി സെപ്പറേറ്റ് ചെയ്ത വർഷം എന്ന് ചോദിച്ചാൽ 1924 ബ്രിട്ടീഷുകാരുടെ സമയത്താണ്. ഓക്കെ അല്ലേ? എന്നാൽ 2016 മോഡി ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് റെയിൽവേ ബജറ്റും നമ്മുടെ ധനകാര്യ ബജറ്റും കൂടെ ഒരുമിച്ച് അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. അത് 2016 സെപ്റ്റംബർ മാസം 21 ആണ്. ഓക്കെ അല്ലേ? പക്ഷേ അത് പ്രകാരം, ആ നിയമപ്രകാരം ബജറ്റ് അവതരിപ്പിച്ചത് 2017 ഫെബ്രുവരി മാസം 1 അതായത് സെപ്പറേറ്റ് ചെയ്തത്. ബ്രിട്ടീഷുകാരുടെ സമയത്താണ് ധനകാര്യ ബജറ്റും റെയിൽവേ ബജറ്റും രണ്ടാക്കിയത്, വർഷം 1924. പിന്നെ ഒരുപാട് വർഷങ്ങൾ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യ ഗവൺമെന്റും സ്വതന്ത്ര ഇന്ത്യയിലും ആ രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, സെപ്പറേറ്റ് ബജറ്റ്. അതിങ്ങനെ വന്ന് 2016 മോഡി ഗവൺമെന്റിന്റെ സമയത്ത് ഇത് രണ്ടും കൂടെ ഒരുമിച്ചാക്കാൻ തീരുമാനിച്ചു, റെയിൽവേ ബജറ്റും ധനകാര്യ ബജറ്റും. അപ്പൊ അങ്ങനെ തീരുമാനം എടുത്ത വർഷം 2016 വൈസ്രോയുടെ കാലത്താണോ ഇത് റെയിൽവേ ബജറ്റും ധനകാര്യ ബില്ലും സെപ്പറേറ്റ് ആയത്? ഇല്ലല്ല, ബജറ്റ് ഈ രണ്ട് ബജറ്റും സെപ്പറേറ്റ് 1924. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇവരത് അതേ രീതി തന്നെ നമ്മൾ സ്വതന്ത്ര ഇന്ത്യയിലും നമ്മളെ ആധുനിക ഇന്ത്യയിലും നമ്മളത് ഫോളോ ചെയ്തു. പക്ഷെ 2016 മോഡി ഗവൺമെന്റ് വന്നപ്പോൾ അവർ പഴയ മെത്തേഡ് സ്വീകരിച്ചു. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ്, റെയിൽവേ ബജറ്റും ഫിനാൻസ് ബജറ്റും. എന്നിട്ട് ആ നിയമം കൊണ്ടുവന്ന് 2016 സെപ്റ്റംബർ മാസത്തിലാണ് സെപ്റ്റംബർ മാസം 21 കൊണ്ടുവന്നത്. അത് പ്രകാരം നിയമം വന്നു. ആ നിയമം അനുസരിച്ച് 2017 ആദ്യമായിട്ട് റെയിൽവേ ബജറ്റും ഫിനാൻസ് ബജറ്റും ഒരുമിച്ച് അവതരിപ്പിക്കുന്നത് 2017 ഫെബ്രുവരി മാസം 1 നേരത്തെ ഞാൻ പറഞ്ഞു, അങ്ങനെ അവതരിപ്പിച്ചത് അരുൺ ജെയ്റ്റ്ലിയാണ്, ആ ധനകാര്യമന്ത്രി. ഓക്കെ ആണോ? സുരേഷ് പ്രഭു. ലാസ്റ്റ് റെയിൽവേ ബജറ്റ് സുരേഷ് പ്രഭു. അവസാനത്തെ റെയിൽവേ ബജറ്റ് സുരേഷ് പ്രഭു. കറക്റ്റ് ആണ്. പറഞ്ഞോളൂ മുഹമ്മദ് റജീസ്. വേറെന്തോ പറഞ്ഞല്ലോ. അവസാനത്തെ റെയിൽവേ ബജറ്റ് ആരാണ് അവതരിപ്പിച്ചെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ആൻസർ സുരേഷ് പ്രഭു ആണ്. അവസാനത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച റെയിൽവേ മിനിസ്റ്റർ സുരേഷ് പ്രഭു. ഓക്കെ അല്ലേ? ശരി, ബജറ്റിന്റെ ഏകദേശ കാര്യങ്ങൾ തീർന്നു. അപ്പം ഇത് ഇത്രയും ബജറ്റ് ഒന്നും പറയൂ, ആദ്യം മുതൽ പറയാം. ശരി, പറയാം. ഓക്കെ അല്ലേ? അവസാനത്തെ നമ്മളെ ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. അടുത്ത ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നതും നിർമ്മല സീതാരാമനാണ്. ഞാൻ ഇത്രയാണ് പറഞ്ഞത്. സുരേഷ് പ്രഭു. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് അവതരിപ്പിച്ചതാരാണ്? രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് അരുൺ ജെയ്റ്റ്ലി 2017 ഫെബ്രുവരി മാസം 1 അവതരിപ്പിച്ചത്. 2016 സെപ്റ്റംബർ മാസം 21 നിയമം വന്നത്. 2017 ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിച്ചു. ഓക്കെ ആണോ? ശരി, ആർട്ടിക്കിൾ 112 അനുസരിച്ചാണ് ബജറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. രാഷ്ട്രപതിക്ക് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പേര് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹൽനോബിസ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഫസ്റ്റ് ബജറ്റ് 1860 ഫെബ്രുവരി മാസം 29 ജെയിംസ് വിൽസന്റെ കാലത്താണ്. വിൽസൺ ആയിരുന്നു അവതരിപ്പിച്ചത്. കാനിം പ്രഭുവിന്റെ കാലത്താണ്. പിന്നെ പറഞ്ഞത് 47 നവംബർ മാസത്തിലാണ്. ഇത് 26 നവംബർ 26 RK ഷൺമുഖം ചെട്ടി നമ്മുടെ ഫസ്റ്റ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചു. റിപ്പബ്ലിക് ഇന്ത്യയിൽ ആദ്യത്തെ ബജറ്റ് നമ്മുടെ ജോൺ മത്തായി അവതരിപ്പിച്ചു. ഫെബ്രുവരി 28, 1950 അത് കഴിഞ്ഞിട്ട് 51-52 കാലത്ത് ഇടക്കാല ബജറ്റ് CD ദേശ്മുഖ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് തുടർച്ചയായിട്ടുള്ള 5 പൊതു ബജറ്റ് CD ദേശ്മുഖ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് സോറി ഒന്നുകൂടെ ശ്രീജ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത് RK ഷൺമുഖം ചെട്ടി. കൊച്ചി ദിവാനായിരുന്ന ആള് RK ഷൺമുഖം ചെട്ടി. തുടർച്ചയായിട്ട് 5 പൊതു ബജറ്റ് അവതരിപ്പിച്ച ആള് CD ദേശ്മുഖ്. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി മൊറാർജി ദേശായി 10 കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബജറ്റ് KM മാണി. കേരളത്തിലെ ആദ്യത്തെ ബജറ്റ് നമ്മുടെ C അച്യുതമേനോൻ. ഫെബ്രുവരി 1 ബജറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി. ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ വനിത ഇന്ദിരാഗാന്ധി. പിന്നെ 2016 ആണ് 2 ബജറ്റും കൂടെ ഒരുമിച്ച് ആക്കാനായിട്ട് മോഡി ഗവൺമെന്റ് തീരുമാനിച്ചത്. 2016 സെപ്റ്റംബർ മാസം 1 ഓക്കെ അല്ലേ? അത് പ്രകാരം 2017 ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിച്ചു.
ബ്രിട്ടീഷുകാരുടെ സമയത്താണ് ധനകാര്യ ബജറ്റും റെയിൽവേ ബജറ്റും സെപ്പറേറ്റ് ആക്കിയത്. അത് വർഷം 924. ഓക്കെ ആണോ ഇത്രയും? സാർ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് അതൊന്നും പറഞ്ഞില്ലല്ലോ. അത് മെമ്മറിയിൽ ഒന്നാണ്, ഒന്നുകൂടെ പറയാതെ. ഓക്കെ അല്ലേ? നാഷണൽ ഇൻകം ആദ്യം PC മാലിനോബിസ് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജൂൺ 29 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്തത് PC മാലിനോബിസ് ആണ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. സയന്റിഫിക്കലി ആദ്യമായിട്ട് ഇന്ത്യയുടെ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ അത് VKRV റാവു ആണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? പിന്നെ ശ്രദ്ധിക്കുക ഒരു കാര്യം, നമ്മൾ ഇപ്പോഴത്തെ ബജറ്റില് നമ്മളെല്ലാവരെയും ബാധിപ്പിക്കുന്ന ലാസ്റ്റ് ബജറ്റില് നിർമ്മലാ സീതാരാമൻ പ്രസന്റ് ചെയ്ത ലാസ്റ്റ് ബജറ്റില് നിങ്ങളെ സ്റ്റുഡൻസിനെയും ഒക്കെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പുതിയൊരു ബാധിക്കുന്നതല്ല, ഗുണമാണെന്നും പറയാൻ ദോഷമാണെന്നും പറഞ്ഞുകൂടാ, അത് വന്നാലേ അറിയാൻ പറ്റൂ. നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി ഉണ്ട്. അതായത് ഗസറ്റഡ് അല്ലാത്ത പോസ്റ്റുകൾക്കും ബാങ്കുകൾക്കും ബാങ്ക് എക്സാം നടത്താനായിട്ട് പുതിയൊരു ഏജൻസി നിലവിൽ വന്നില്ല എന്നാണ് തോന്നുന്നത്, പക്ഷെ അത് പ്രഖ്യാപിച്ചായിരുന്നു. നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി അത് 2020-21 ബജറ്റ് പ്രഖ്യാപിച്ചാണ്. ഓക്കെ അല്ലേ? ശരി, ഇനി കേരള ബജറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടാ. ഓക്കെ അല്ലേ? കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കേരള ബജറ്റ് അവതരിപ്പിച്ച ആരെന്ന് നിങ്ങൾക്ക് അറിയാം. ആരാടെ? തോമസ് ഐസക്. ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്. 2 മണിക്കൂർ, ഏകദേശം 3 മണിക്കൂർ ആവാൻ 2-3 മിനിറ്റ്, 2 മണിക്കൂർ 57 മിനിറ്റോ കണ്ടാണ്. ഓക്കെ അല്ലേ? 2 മണിക്കൂർ 57 മിനിറ്റ് ആണ് എന്നാണ് എന്റെ ഓർമ്മയിലുള്ളത്. അത്രയും ദൈർഘ്യമായിരുന്നു. ഓക്കെ അല്ലേ? ഏറ്റവും ചെറിയ ബജറ്റ്, ദൈർഘ്യം കുറഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചത് EK നായനാരാണ്. 6 മിനിറ്റ് ആയിരുന്നു. ഓക്കെ അല്ലേ? 6 മിനിറ്റ്. 2 മണിക്കൂർ 57 മിനിറ്റ് ആയിരുന്നു നമ്മുടെ തോമസ് ഐസക് ദൈർഘ്യമേറിയ ബജറ്റ്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റ് ആരെന്ന് ചോദിച്ചാൽ EK നായനാർ. കേരളത്തിലാണ് 6 മിനിറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? സാർ, അപ്പൊ KM മാണി അവതരിപ്പിച്ചത് ചെറുതായിരുന്നില്ല? ഒരു വിവാദങ്ങൾക്കിടയിൽ അവതരിപ്പിച്ചത് അത് ചെറുതായിരുന്നില്ല. അത് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അത് എന്റെ ഒരു ഓർമ്മയിൽ കിടക്കുന്നത് EK നായനാർ 6 മിനിറ്റ് കൊണ്ട് ചെയ്തതാണ് എന്റെ ഓർമ്മയിൽ കിടക്കുന്നത് കേട്ടോ. നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അത് പക്ഷെ അങ്ങനെ വിചിത്ര പറഞ്ഞു. KM മാണി ഉണ്ടെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്, ദൈർഘ്യം കുറഞ്ഞത് തന്നല്ലേ? നമുക്ക് നോക്കാം കേട്ടോ. ശരി, ഓക്കെ. അപ്പൊ ബജറ്റുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? അപ്പൊ അവസാനം പറഞ്ഞ എന്തെങ്കിലും ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? പറഞ്ഞോ ആദ്യം. സാർ, ലാസ്റ്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഇപ്പൊ നിർമ്മലാ സീതാരാമൻ. പിന്നെ റെയിൽവേ ബഡ്ജറ്റിനെ പറ്റി പറഞ്ഞില്ല, അതെന്തും പറയാവാ? അവസാനത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് സുരേഷ് പ്രഭു എന്ന് പറയുന്ന റെയിൽവേ മിനിസ്റ്റർ ആണ്. ഓക്കെ, PSC ക്വസ്റ്റ്യൻ ആയിരുന്നു. സുരേഷ് പ്രഭു. പിന്നെ റെയിൽവേ ബജറ്റും ഫിനാൻസ് ബജറ്റും ഒരുമിച്ചാക്കിയത് 2016 നിയമം വന്നത്. അത് നിയമം അനുസരിച്ച് 2017 ഫെബ്രുവരി 1 അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ചു. ഓക്കെ ആണല്ലോ മുഹമ്മദ്? സാർ, ഇതുപോലെ പിന്നെ സെൻട്രൽ ബജറ്റിൽ ഇതേപോലെ വ്യത്യാസമുണ്ടോ? ഏറ്റവും കൂടുതൽ സമയം, ഏറ്റവും കുറവ് സമയം എന്നുള്ളത് ഉണ്ടോ? വ്യത്യാസമുണ്ട്, പക്ഷെ അതങ്ങനെ PSC അങ്ങനെ അധികം ചോദിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ടൈമിലുള്ള ബജറ്റ്. ഓക്കെ അല്ലേ? സാറ്, ഈ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് എന്നല്ലേ ജനറൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞത്? ഇപ്പൊ ജനറൽ ബജറ്റ് എന്നുള്ള പേരിലാണ് അവതരിപ്പിക്കുന്നത്. അത് രണ്ടും ഒന്നേ. ഇനി ഓർഡിനൻസ്. സാർ, ആദ്യ ഇടക്കാല ബജറ്റ് 1951-52 ദേശ്മുഖ് എന്ന് പറയുന്ന ധനകാര്യമന്ത്രിയായിരുന്നേ. ഓക്കെ. ഇനി ഓർഡിനൻസ് ആർട്ടിക്കിൾ 123 അനുസരിച്ചാണ് ഓർഡിനൻസ് ഇറങ്ങുന്നത്. അടുത്തതിലോട്ട് പോവാണേ. ചെറിയൊരു പോർഷൻ, ആകെ 4 സെന്റൻസ് മാത്രം. ഓക്കെ അല്ലേ? ആർട്ടിക്കിൾ 123 പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 213 ഗവർണറെ കുറിച്ച് പറയുന്നു. അതായത് ഓർഡിനൻസ് ഇറക്കുന്ന പ്രസിഡന്റ് ഓർഡിനൻസ് ഇറക്കുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ 123 ഗവർണർ ഓർഡിനൻസ് ഇറക്കുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ 213 പ്രസിഡന്റ് ആർട്ടിക്കിൾ ഇറക്കുന്നതിനെ കുറിച്ച് പറയുന്നത്, ഓർഡിനൻസ് ഇറക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 123, ഗവർണർ ഓർഡിനൻസ് ഇറക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 213. ഓക്കെ അല്ലേ? അതായത് നിയമസഭയോ ലോക്സഭയോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഗവൺമെന്റിന്
എന്തെങ്കിലും അടിയന്തര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് അത് തരണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ സമയത്ത് അവർക്കൊരു നിയമം ഉണ്ടാക്കി അതനുസരിച്ച് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇറക്കുന്ന ഒരു കുറച്ച് നിയമങ്ങളാണ് ഈ ഓർഡിനൻസ് വഴി ഇറക്കുന്നത്. പിടികിട്ടിയ ഇപ്പൊ നമുക്കൊരു ഓർഡിനൻസ് വന്നിട്ടുണ്ട്. പോലീസ് ആക്ട് ഇല്ലേ 118 ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ ഗവർണറിന്റെ ഓർഡിനൻസിന്റെ കേട്ടില്ല, ഗവർണറിന്റെ ഓർഡിനൻസിന്റെ ആദ്യം പറഞ്ഞേ 213. ഓക്കെ ശരി. സാറ് എന്താണ് ഓർഡിനൻസ് പറഞ്ഞുതരാമോ? ലോക്സഭാ സമ്മേളനം നടക്കുന്നില്ല, നിയമസഭാ സമ്മേളനങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പൊ ഒരു അടിയന്തര ഘട്ടം വന്നു ഗവൺമെന്റിന്, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനോ സെൻട്രൽ ഗവൺമെന്റിനോ എന്തെങ്കിലും അത്യാവശ്യം വന്നു വിചാരിക്കുക. അപ്പം ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു. അപ്പൊ അവരൊരു ഓർഡിനൻസ് ഇറക്കും. അതിലെ കുറച്ച് അവരുടെ ഇതായിട്ട് ഇങ്ങനെ അവരൊരു ഓർഡർ ഇറക്കും. ഈ ഓർഡറിന് നമ്മൾ പറയുന്ന പേരാണ് ഓർഡിനൻസ്. ഓക്കെ അല്ലേ? ഓർഡിനൻസ് അങ്ങനെ പ്രത്യേകിച്ച് കാലാവധിയൊന്നുമില്ല. ഏറ്റവും അടുത്ത് വരുന്ന നിയമസഭാ സമ്മേളനം അല്ലെങ്കിൽ പാർലമെന്റ് സമ്മേളനത്തിൽ അത് ചർച്ചയ്ക്ക് എടുത്ത് അത് അംഗീകരിക്കണമെന്നാണ്. പിന്നെ മാക്സിമം ഒരു ലോക്സഭാ സമ്മേളനം അല്ലെങ്കിൽ ഒരു നിയമസഭാ സമ്മേളനത്തിനിടെ ഒരു ഇടവേള വരുന്ന മാക്സിമം 6 മാസം. അതുകൊണ്ട് പൊതുവെ PSC പറയുന്നത് 6 മാസമാണ് ഒരു ഓർഡിനൻസിന്റെ കാലാവധി എന്നാണ്. ഭരണഘടനയിൽ എങ്ങും 6 മാസമാണ് ഒരു ഓർഡിനൻസിന്റെ കാലാവധി എന്ന് മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ മനസ്സിലായി? എല്ലാവരും ഉണ്ടോ ഇവിടെ? ലാപ്സായി പോകുമെന്ന് പറയുന്നുണ്ട്, പക്ഷെ അങ്ങനെ ഒരു ഇതില്ല ഭരണഘടനയിൽ. അങ്ങനെ കേട്ടു. അതേപോലെ 6 മാസം കഴിഞ്ഞാൽ ലാപ്സ് ആവും എന്നൊക്കെ. 6 മാസം കഴിഞ്ഞാൽ ലാപ്സ് ആവും എന്നൊക്കെ പറഞ്ഞാലും ഭരണഘടനയിൽ അങ്ങനെ 6 മാസം എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ അല്ലേ? സ്വാഭാവികമായിട്ട് അടുത്തൊരു സമ്മേളനം 6 മാസത്തിനകത്താണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും അടുത്ത സെഷൻ ഏതാണ് നടക്കുന്നത് ആ സെഷനിൽ ഇത് പാസ്സാക്കണം. പാസ്സാക്കിയില്ലെങ്കിൽ ഇത് സ്വാഭാവികമായിട്ട് ഈ ഓർഡിനൻസ് അസാധുവായിരിക്കും. ഓക്കെ, 6 മാസം എന്നവർ ഉദ്ദേശിക്കുന്ന സംഭവം ഏറ്റവും ഒരു സെഷൻ നടക്കാൻ ഏറ്റവും മാക്സിമം ഇടവേള വരുന്നത് 6 മാസം വരും. പാർലമെന്റിലെ ഒരു സെഷൻ കഴിഞ്ഞിട്ട് അടുത്ത സെഷൻ കൂടാനായിട്ട്, അല്ലെങ്കിൽ ലോക്സഭയിലെ ഒരു സെഷൻ കഴിഞ്ഞാൽ അടുത്ത സെഷൻ കൂടാനായിട്ട് ഏറ്റവും മാക്സിമം ഡേയ്സ് എന്ന് പറയാൻ 6 മാസം. അതിനകത്ത് മീറ്റിംഗ് ഉണ്ടാവും. 6 മാസം അപ്പുറം പോകില്ല. ഓക്കെ ആണോ? അതുകൊണ്ട് പൊതുവെ എല്ലാവരും അങ്ങനെ നമ്മൾ പറഞ്ഞാണ് ഒരു 6 മാസ കാലാവധി. പിടികിട്ടിയാ ഞാൻ പറഞ്ഞത്? ഓക്കെ സാർ. ശരി. അപ്പം എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. ഭാരത് കൃഷ്ണൻ താങ്ക്സ് ഒക്കെ അയച്ച് ഒരു പടമൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ബ്രദേഴ്സ് ലോഗ്, റിൻഷി KV, ഭാരത് കൃഷ്ണൻ, അജയ് S കുമാർ, അഖില സുകുമാർ, അഖില S പിള്ളൈ, അനു DP, അപർണ ഭദ്രൻസ്, ആര്യ ആശ, അതുല്യ AP, അതുല്യ വിജയൻ. ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. ഒരു ഓക്കെ കഴിഞ്ഞോട്ട് അയക്കണേ എനിക്ക്. കാതറിൻ മറിയ, ചിന്നു സാറ ജേക്കബ്, ഓക്കെ, ദേവകുമാർ, ഡിപിൻ K, എലിസബത്ത് കുര്യൻ, ഫെബിൻ X തോമസ്, ഫെലിക്സ് ജോസഫ്. എല്ലാവരും ഒരു ഓക്കെ അയക്കണേ. ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. ജ്യോതിലക്ഷ്മി, ഭാമിനി, കിഷോർ കുമാർ, CS കല്ലാട, ലക്ഷ്മി VR. ഓക്കെ ശരി. അപ്പൊ എല്ലാവരും ഇവിടെ ഉണ്ടെന്നുള്ള ഇതിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, ഞാൻ അടുത്തതിലോട്ട് പോവുകയാണ്. അടുത്തത് സുപ്രീം കോർട്ടിലോട്ട് പോവുകയാണ്. സുപ്രീം കോർട്ട്. ഓക്കെ അല്ലേ? സുപ്രീം കോർട്ട് കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 124 മുതൽ 147 വരെയാണ് സുപ്രീം കോർട്ടിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളുകൾ. ഓക്കെ, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം, ഇന്ത്യൻ ഭരണഘടനയുടെ രക്ഷിതാവ്, സംരക്ഷകൻ, കാവൽക്കാരൻ എന്നിങ്ങനെ അറിയപ്പെടും. ഇന്ത്യൻ ഭരണഘടനയുടെ രക്ഷിതാവ്, സംരക്ഷകൻ, കാവൽക്കാരൻ എന്നിങ്ങനെയാണ് സുപ്രീം കോടതിയെ വിശേഷിപ്പിക്കുന്നത്. ആർട്ടിക്കിൾ 124 മുതൽ 127 വരെ പറയുന്നു. ആർട്ടിക്കിൾ 124 മുതൽ 127 വരെ പറയുന്നു. എന്നെ കേൾക്കാമൂടെ? ഹലോ, കുറച്ച് മെല്ലെ പറഞ്ഞു കഴിഞ്ഞാലേ ഒരുപാട് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഓക്കെ, ഞാൻ സ്പീഡ് കുറയ്ക്കാം. ഓക്കെ അല്ലേ? ആർട്ടിക്കിൾ 124 മുതൽ ആർട്ടിക്കിൾ 147 വരെ, ആർട്ടിക്കിൾ 124 മുതൽ ആർട്ടിക്കിൾ 147 വരെയാണ് സുപ്രീം കോടതിയെ കുറിച്ച് പറയുന്നത്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം, ഇന്ത്യൻ ഭരണഘടനയുടെ രക്ഷിതാവെന്നും ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകനെന്നും ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരനെന്നും സുപ്രീം കോടതി അറിയപ്പെടുന്നു.
സാർ 147 ആണോ 127 ആണോ? 124 മുതൽ 147 വരെ, 124 മുതൽ 147 വരെ. ഓക്കെ. ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കോടതി വരുന്നത് ബ്രിട്ടീഷുകാരുടെ സമയത്താണ്. അത് 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഫസ്റ്റ് സുപ്രീം കോർട്ടാണ്. ഇന്ത്യയിലെ സുപ്രീം കോർട്ട് വരുന്ന വർഷം ചോദിച്ചാൽ 1774 1774. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ഇത് വന്നത്. കൊൽക്കത്തയിലാണ് വന്നത്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിലെയാണ് ഫസ്റ്റ് സുപ്രീം കോർട്ട് വരുന്നത്. കൊൽക്കത്ത ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഫസ്റ്റ് കോടതി വരുന്നത്. ഈ കോടതി സ്ഥാപിച്ച വർഷം ചോദിച്ചാൽ 1774. ഓക്കെ അല്ലേ? അത് കൊൽക്കത്തയിലാണ്. നിയമം റെഗുലേറ്റിംഗ് ആക്ട് 1773, കോടതി വന്നത് 1774 കൊൽക്കത്തയിൽ. ഓക്കെ അല്ലേ? കോടതി വന്നത് അതൊന്ന് പറയാമോ? കോടതി വന്നത് 1774, സുപ്രീം കോടതി വന്നത് 1774. എന്നാ റെഗുലേറ്റിംഗ് ആക്ട് വന്നത് 1773. ആക്ടുകൾ ഒരുപാടുണ്ട്, റെഗുലേറ്റിംഗ് ആക്ടുകൾ ഒരുപാടുണ്ട്. അതിന് നമുക്ക് വേണ്ട ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. 1773 റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ച് 1774 സുപ്രീം കോടതി വരുന്നത്. കൊൽക്കത്തയിലാണ് വരുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിൽ ഫെഡറൽ കോടതികൾ വന്നു. ഇന്ത്യയിൽ ഫെഡറൽ കോടതികൾ വന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഓക്കെ അല്ലേ? അതനുസരിച്ച് ആദ്യമായിട്ട് കോടതി വന്ന വർഷം ചോദിച്ച 1937 ഡൽഹിയിൽ സുപ്രീം കോടതി വന്നു. 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഫെഡറൽ കോടതിയിൽ വരുന്നത്. അതേ നിയമം അനുസരിച്ച് 937 ഡൽഹി ആസ്ഥാനമായിട്ട് സുപ്രീം കോടതി വന്നു. ആതിര കേൾക്കുന്നുണ്ടോ? എഴുതിയെത്തുന്നുണ്ടോ? ഓക്കെ. സുപ്രീം കോടതി ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ സുപ്രീം കോടതി ആയിട്ട് ഒരു ഡൗട്ട് ഉണ്ട് സാർ. ആദ്യം അപ്പൊ കൊൽക്കത്തയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു സുപ്രീം കോടതി. അത് റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം. പിന്നെ ഫെഡറൽ കോടതികൾ വന്നു. അത് 1930 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഓക്കെ. ഡൽഹിയിലാണ് 1937 ഡൽഹിയിൽ സുപ്രീം കോർട്ട് നിലവിൽ വന്നു പിന്നെ പറഞ്ഞു. ഫെഡറൽ കോടതി എന്നാണ് പറയുന്നത്. ഞാൻ സുപ്രീം കോടതി ഒരു ഇതിനങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഫെഡറൽ കോടതി. ഓക്കെ അല്ലേ? ഡൽഹിയിൽ ഫെഡറൽ കോടതി വന്നു 1937. ഇത് നമുക്ക് ഇന്ത്യ റിപ്പബ്ലിക് ആയില്ലേ 1950 റിപ്പബ്ലിക് ആയ സെയിം ഡേറ്റ് തന്നെ ഈ ഫെഡറൽ കോടതി ഇന്ത്യയുടെ സുപ്രീം കോടതിയായിട്ട് അങ്ങ് മാറി. അപ്പൊ ഫെഡറൽ കോടതി ഇന്ത്യയുടെ സുപ്രീം കോടതിയായിട്ട് മാറ്റിയ വർഷം 1950 ജനുവരി 26. ജനുവരി 26. 1950 ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ടുള്ള ഡെയിലി ഫസ്റ്റ് ഡേ തന്നെ അത് അങ്ങനെ ആയിട്ട് മാറി. 28 26 1950 ജനുവരി 26. പക്ഷെ അവിടുത്തെ സിറ്റിംഗ് ആ ജഡ്ജിമാരെല്ലാം വരെയും ആദ്യത്തെ ഒരു എന്താ പറയാ ഒരു ഔദ്യോഗികപരമായിട്ടുള്ള ഒരു ഇത് നടന്നത് ഫസ്റ്റ് ജോലി അല്ലെങ്കിൽ വർക്ക് അവരുടെ ഒരു സിറ്റിംഗ് ഒക്കെ സിറ്റിംഗ് എപ്പോഴായിരുന്നു ചോദിച്ചാൽ അത് 28-ാം തീയതി. ഓക്കെ അല്ലേ? സാർ അപ്പൊ ഈ കൊൽക്കത്തയിൽ വന്ന കോർട്ട് റെഗുലേറ്റിംഗ് ആക്ട് വെച്ചിട്ടുള്ള കോർട്ടല്ലേ വന്നത്? റെഗുലേറ്റിംഗ് ആക്ട് വെച്ച് 1773 അത് സുപ്രീം കോടതിയായിരുന്നു. ഓക്കെ അല്ലേ? ഇപ്പൊ അത് കൊൽക്കത്ത ഹൈക്കോർട്ടായിട്ട് അവർ ആ ബിൽഡിംഗ് ഉപയോഗിക്കും. ഓക്കെ അല്ലേ? ശരി. ഇനി നമ്മുടെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് എല്ലാവർക്കും അറിയാം, ഹരിലാൽ ജെ കനിയ. ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഹരിലാൽ ജെ കനിയ, HJ കനിയ. അദ്ദേഹത്തിന്റെ മോനും ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അദ്ദേഹത്തിന്റെ മോനും ആയിട്ടുണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഫസ്റ്റ് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു വെച്ചാൽ ഹരിലാൽ ജെ കനിയ, HJ കനിയ. ഇപ്പോ മൊത്തം എത്ര ജഡ്ജിമാര് സുപ്രീം കോടതിയിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പ്ലസ് 30, അങ്ങനെ മൊത്തം 31 ജഡ്ജിമാർ. ചീഫ് ജസ്റ്റിസ് 31 കൂട്ടിയ എന്റെ അറിവാണെങ്കിൽ 31 എന്റെ കിടക്കുന്ന 31. ഓക്കെ, 34 ആക്കി അല്ലേ? നമുക്ക് നോക്കാം, നമുക്കത് ചെക്ക് ചെയ്യാം. 31 പറയുന്നു. ഒരു ഡൗട്ട്, ഈ ജസ്റ്റിസും ജഡ്ജിയും തമ്മിൽ എന്താണ് വ്യത്യാസം? ജസ്റ്റിസും ജഡ്ജിയും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് ക്വാളിഫിക്കേഷൻ, കുറച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കുറച്ച് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അത് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ മുമ്പത്തെ ക്ലാസ്സിൽ. ഓക്കെ അല്ലേ? ഓർമ്മയുണ്ടോ? അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ ഇതുണ്ടായിരുന്നു.
അവർ സെലക്ട് ചെയ്യും, അവര് സെലക്ട് ചെയ്യുന്നതാണ് അതിന് പ്രത്യേകം. സീനിയർ 10 വർഷം മോസ്റ്റ് ആണ് ചീഫ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആക്കല്ലേ പ്രാക്ടീസ് ചെയ്യാം. ഉണ്ടാവണം, അങ്ങനെ കുറച്ച് അത് ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു. തന്നെ 10 വർഷം പ്രാക്ടീസ് ഉണ്ടാവണം, ഏറ്റവും സീനിയർ ആയിരിക്കണം, നല്ല സീനിയർ, അതായത് സുപ്രീം കോടതി നിലവിൽ ഉള്ള ജഡ്ജിമാരുടെ ഏറ്റവും സീനിയർ ആയിരിക്കും. അത് കൂടാണ്ട് അദ്ദേഹം എത്ര കൊല്ലം പ്രാക്ടീസ് ഉള്ള ആളായിരിക്കണം, ഹൈക്കോടതിയിൽ ജഡ്ജായിരുന്ന ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ജഡ്ജായിരുന്ന ആളായിരിക്കും, സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കണം, അതാണ് മസ്റ്റ്. ഓക്കെ അല്ലേ? അതിനകത്ത് പല റൂൾസുകളുണ്ട്. ഓക്കെ ആണോ? ഓക്കെ. ഒരു ഡൗട്ടും കൂടി ഉണ്ട്. അപ്പൊ ചീഫ് ജസ്റ്റിസ് സോറി മനസ്സിലായില്ല, ഒന്നുകൂടാ ശരത്ത്. ജസ്റ്റിസും ചീഫ് ജസ്റ്റിസും തമ്മിലുള്ള വ്യത്യാസം? അവർക്കൊന്നുമില്ല, പ്രായം ഒത്തിരി കൂടുതലായിരിക്കും, എന്താ പറയുക, ശമ്പളത്തിന്റെ വ്യത്യാസങ്ങൾ കുറച്ചുകൂടി അവിടുത്തെ സീനിയർ ആയിട്ടുള്ള ആളായിരിക്കും. അതായത് ഇപ്പം നമ്മുടെ ബോംബെ ആണ് ഇപ്പൊ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അദ്ദേഹം പോയി കഴിഞ്ഞാൽ അടുത്ത സീനിയർ ആയിട്ടുള്ള ആളെ ആയിരിക്കും മിക്കവാറും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുക. അത്ര വ്യത്യാസമുള്ള ശമ്പളം വ്യത്യാസം ഉണ്ടാവും, ഫെസിലിറ്റീസ് വ്യത്യാസം ഉണ്ടാവും, അദ്ദേഹത്തിന് കുറച്ചുകൂടെ അധികാരങ്ങൾ ഉണ്ടാവും. സീനിയർ ആയിട്ടുള്ളതാണോ സാറേ? സീനിയർ ആയിട്ടുള്ള ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യണ സീനിയർ ആയിട്ടുള്ള ആളെയാണ് നോർമലി അപ്പോയിന്റ് ചെയ്യേണ്ടത്. ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരാം. കൊളീജിയം എന്നൊക്കെ പറയാറില്ലേ? കൊളീജിയം ഇപ്പൊ വന്നിട്ടുണ്ട്, അപ്പൊ അതിന്റെ രീതികളൊക്കെ കുറച്ച് എന്തോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പുതിയ കൊളീജിയം പ്രകാരം ഇപ്പൊ ഒരാള് സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം 34 ആക്കി എന്ന് പറയുന്നു. അതെന്തോ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല, അപ്പൊ നമ്മൾ അതും കൂടി ആഡ് ചെയ്യും. പുതിയ കൊളീജിയം അനുസരിച്ച് 34 ആക്കി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കം 34 അല്ലേ? ഫെലിക്സ് ജോസഫ് പോയാ? ഓക്കെ. അപ്പൊ സുപ്രീം കോടതി അടക്കം 34 പേര്. ഇപ്പൊ സുപ്രീം കോടതിയിലെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് അടക്കം 34 പേരാണ് പുതിയ കൊളീജിയം അനുസരിച്ച്. പുതിയ കൊളീജിയം അനുസരിച്ചായിരിക്കും ഇനിയിപ്പം നമ്മുടെ എന്താ പറയുക ചീഫ് ജസ്റ്റിസിനെയൊക്കെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ അല്ലേ? ശരി. ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്, രാജി കൊടുക്കേണ്ടതും രാഷ്ട്രപതിക്കാണ്. പക്ഷെ നീക്കം ചെയ്യുമ്പോൾ ഇംപീച്ച് വഴി മാത്രമേ നീക്കം ചെയ്യാൻ പറ്റൂ. ആ നീക്കം ചെയ്തിട്ട് ആ ഓർഡർ പാർലമെന്റിൽ എടുക്കുന്ന ആ തീരുമാനം പ്രസിഡന്റിനെ അറിയിക്കുകയും പ്രസിഡന്റ് ഒപ്പിടുകയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പം നിയമിക്കുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിയാണ്, നീക്കം ചെയ്യുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും രാഷ്ട്രപതി തന്നെ, രാജി കൊടുക്കേണ്ടതും ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്കാണ്. ഓക്കെ. സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതും രാഷ്ട്രപതി തന്നെയാണ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. പക്ഷെ നീക്കം ചെയ്യുമ്പോൾ ഇംപീച്ച് വഴിയാണ് നീക്കം ചെയ്യുന്നത്. പാർലമെന്റ് ആ ഇംപീച്ച്മെന്റ് പാസ്സാക്കിയിട്ട് അത് നേരെ പ്രസിഡന്റ് അയക്കുന്നു, പ്രസിഡന്റ് ഒപ്പിടുന്നു. അപ്പോഴേക്കും അത് എന്താ പറയാ അദ്ദേഹത്തെ റിമൂവ് ചെയ്യും. പിടികിട്ടിയ? നിയമനം രാഷ്ട്രപതി, നീക്കം രാഷ്ട്രപതി, നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി, രാജി വെപ്പിക്കുന്നതും രാജി കൊടുക്കേണ്ടതും രാഷ്ട്രപതിക്ക്, സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതും രാഷ്ട്രപതിക്കാണ്, നീക്കം ചെയ്യുന്നത് ഇംപീച്ച്മെന്റിലൂടെയാണ്, പാർലമെന്റ് പാസ്സാക്കി പ്രസിഡന്റ് അയക്കുന്നു, പ്രസിഡന്റ് ഒപ്പിടുന്നു. ഓക്കെ ആണോ? ശരി. വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. ഓക്കെ അല്ലെ? ഇദ്ദേഹത്തിന്റെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. ഉപദേശാധികാരം ആർട്ടിക്കിൾ 143 ആണ്. സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിയെ ഉപദേശിക്കാനുള്ള അവകാശമുണ്ട് ആർട്ടിക്കിൾ 143 അനുസരിച്ച്. ഓക്കെ അല്ലെ? കോർട്ട് ഓഫ് റെക്കോർഡ് ആർട്ടിക്കിൾ 121. കോർട്ട് ഓഫ് റെക്കോർഡിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 129. 143 അനുസരിച്ച് ഉപദേശിക്കാനുള്ള അധികാരം 65 വയസ്സാണ് വിരമിക്കൽ പ്രായം. ഫസ്റ്റ് മലയാളി ജഡ്ജ് ആരാടെ? പി ഗോവിന്ദ മേനോൻ. ഫസ്റ്റ് മലയാളി ജഡ്ജ് ആരാടെ? എക്സ്ക്യൂസ് മീ സാർ, ആർട്ടിക്കിൾ 129 ഒന്നും കൂടെ പറയാവോ? 129 കോർട്ട് ഓഫ് റെക്കോർഡ്. കോർട്ട് ഓഫ് റെക്കോർഡോ? ഉണ്ട് സാർ. അതൊന്നുമില്ല, അവിടുത്തെ കുറച്ച് എന്താ പറയാ ലീഗലായിട്ടുള്ള കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് മാത്രം മതി നമുക്ക്. ഓക്കെ, നമുക്ക് അത് അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല. അതേസമയത്ത് ആർട്ടിക്കിൾ 143 നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ആ ഉപദേശാധികാരം കൊടുക്കും സുപ്രീം കോടതി. ഓക്കെ അല്ലേ? വേറെ ആരും ഇടയ്ക്കെന്തോ പറഞ്ഞു. സർ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയാമോ? കോർട്ട് ഓഫ് റെക്കോർഡ് ഒന്നുമില്ല, അവിടുത്തെ നിയമപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അവിടുത്തെ റൂളും കാര്യങ്ങളും അവിടെ വർക്ക് ചെയ്യേണ്ട പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എല്ലാം അതിനകത്ത് വരും. ഓക്കെ, ആർട്ടിക്കിൾ 143 സുപ്രീം കോർട്ട് ഉപദേശാധികാരം, സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം. പ്രസിഡന്റിനെ ഉപദേശിക്കാം, അല്ലെ ഹൈക്കോടതി പ്രസിഡന്റിനെ ഉപദേശിക്കാം സുപ്രീം കോടതി. ഓക്കെ അല്ലേ? ഓക്കെ. ഫസ്റ്റ് മലയാളി ജഡ്ജ് പി ഗോവിന്ദ മേനോൻ.
ഫസ്റ്റ് മലയാളി ജഡ്ജ് ആരെന്ന് ചോദിച്ചാൽ പി ഗോവിന്ദമേനോൻ. ഫസ്റ്റ് മലയാളി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാവർക്കും അറിയാം. ലാസ്റ്റ് ഒരു 37ാമത്തെ കെ ജി ബാലകൃഷ്ണനാണ് കേട്ടോ. അവസാനത്തെ മലയാളി ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ ജി ബാലകൃഷ്ണൻ. അദ്ദേഹം എത്രാമത്തെ ആയിരുന്നു സാർ? അത് അദ്ദേഹം 37ാമത്തെ. ഓക്കെ അല്ലേ? ഫെബിനെക്സ് തോമസ് അതിന്റെ റൂളൊക്കെ ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. സുപ്രീം കോർട്ട് ഷാൽ ബി എ കോർട്ട് ഓഫ് റെക്കോർഡ് ആൻഡ് ഷാൽ ഹാവ് എ ആൾ പവർ ഓഫ് സച്ച് എ കോർട്ട് ഇൻക്ലൂഡിംഗ് ദ പവർ ഓഫ് പണിഷ് ഫോർ കണ്ടംപ്റ്റ് ഓഫ് ഇറ്റ് സെൽഫ് എന്നാണ് അദ്ദേഹം ടൈപ്പ് ചെയ്ത് വിട്ടേക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ഇപ്പോഴും മനസ്സിൽ വെച്ചിരുന്നാൽ മതി അതിനെക്കുറിച്ച്. അവരുടെ റൂള്, ചട്ടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. അത്രയും മതി നമുക്ക്. ഓക്കെ അല്ലേ? ഫെബിൻ, താങ്ക് യു. അടുത്തത് ഫസ്റ്റ് മലയാളി ചീഫ് ജസ്റ്റിസ് 37ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള കെ ജി ബാലകൃഷ്ണനാണ് ഫസ്റ്റ് മലയാളി ചീഫ് ജസ്റ്റിസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ സർ. സർ, ഉപദേശാധികാരം ഏത് ആർട്ടിക്കിൾ വെച്ചിട്ടാ? 143 ഉപദേശാധികാരം. ഓക്കെ ആണോ? ഇനി ഫസ്റ്റ് വനിതാ ജഡ്ജ്. ആരാണ്? ഫാത്തിമ ബീവി. ഓക്കെ, ശരി, പറഞ്ഞോളൂ. ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. മുഹമ്മദ് പറ. സാറേ, ഈ പറയുന്ന ഫാത്തിമ ബീവി ഇന്ത്യയിലെ ആദ്യത്തെ വനിതയാണോ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ വനിതയാണോ? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജ് എം ഫാത്തിമ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ ജഡ്ജാണ് എം ഫാത്തിമ ബീവി. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മലയാളിയാണ്, ഒരു മലയാളിയാണ്. ഓക്കെ അല്ലേ? സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആയിരുന്നു വെച്ചാൽ എം ഫാത്തിമ ബീവി. ചീഫ് ജസ്റ്റിസും അല്ല, വെറും വനിതാ ജഡ്ജി. ഓക്കെ അല്ലേ? ഫസ്റ്റ് വനിതാ അഡ്വക്കേറ്റ് പാർവതി. ഏഷ്യയിലെ തന്നെ എന്ന് പറയത്തില്ല, ആദ്യത്തെ ഏഷ്യയിലെ തന്നെ എന്ന് പറയത്തില്ലേ? ആദ്യത്തെ ഏഷ്യയിലെന്ന് പറയാൻ പറ്റില്ല. അത് വേറെ കുറച്ച് കാര്യങ്ങൾ. നമ്മൾ അന്നാ ചാണ്ടിയൊക്കെ ഉണ്ട്, കോമൺവെൽത്തില്ല, ഇങ്ങനെ കുറച്ച് വേറെ കുറെ ഇതുണ്ട്. ഏഷ്യയിലെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഇത്രയും മതി. ഓക്കെ അല്ലേ? റാങ്ക് ഫയലുകളിലൊക്കെ പലതും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏഷ്യയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ അതിനകത്ത് വരും. ഓക്കെ അല്ലേ? അല്ലേ സാർ? പറഞ്ഞോ. അത് സുപ്രീം കോർട്ടിലെ തന്നെ വനിതാ ജഡ്ജി എന്നല്ലേ പറയുന്നത് ഫാത്തിമ ബീവി? സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് എം ഫാത്തിമ ബീവി. അത് കറക്റ്റാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മൾ നേരെ പോവാം. അടുത്ത നമ്മൾ ഇനി കൊർണേലിയ സൊറാബ്ജി, ആദ്യത്തെ വനിതാ അഡ്വക്കേറ്റ്. സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് ആയ ആളിന്റെ ആദ്യ പേരാണ് കൊർണേലിയ സൊറാബ്ജി. ഓക്കെ ആണോ? എന്നാൽ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് ആയ ശേഷം ജഡ്ജ് ആയിട്ടുള്ള ആദ്യത്തെ വനിത, ഇപ്പൊ ഒരുപാട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വനിതയാണ്. ആ പേര് നിങ്ങൾ എനിക്ക് പറഞ്ഞത്. ആരാടെ? സുപ്രീം കോടതി ഇന്ദു മൽഹോത്ര അഡ്വക്കേറ്റ് ആയ ശേഷം സുപ്രീം കോടതിയിൽ ജഡ്ജായ ആദ്യത്തെ വനിത. ഫാത്തിമ ബീവി സുപ്രീം കോടതിയിൽ ജഡ്ജായ ആദ്യത്തെ വനിത. ഇവര് സുപ്രീം കോടതിയിൽ തന്നെ അഡ്വക്കേറ്റ് ആയിരുന്നു, എന്നിട്ട് സുപ്രീം കോടതിയിൽ ജഡ്ജായി. അങ്ങനത്തെ ആദ്യത്തെ ആളാണ്. ഓക്കെ അല്ലേ? ആദ്യത്തെ വനിതയാണോ അങ്ങനെയുള്ള? അതായത് ഇന്ദു മൽഹോത്രന് മുമ്പ് പറഞ്ഞത് നമ്മുടെ കൊർണേലിയ സൊറാബ്ജി ആണെന്ന് തോന്നുന്നു, ഫസ്റ്റ് വനിതാ അഡ്വക്കേറ്റ്. അതല്ലേ പറഞ്ഞേ? സുപ്രീം കോടതി അഡ്വക്കേറ്റ് ആയിട്ടുള്ള ആദ്യ വനിതയാണ് കൊർണേലിയ സൊറാബ്ജി. അതല്ലേ പറഞ്ഞേ? അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റ് ആയി ജോലി നോക്കിയതിനു ശേഷം അവര് സുപ്രീം കോടതിയിലെ ജഡ്ജായിട്ട് മാറി. അവരെ പേരാണ് ഇന്ദു മൽഹോത്ര. ഓക്കെ അല്ലേ? ശരി, അടുത്തത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം കേരള ഗവർണറായ വ്യക്തിയാണ് പി സദാശിവം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഗവർണറായ ആദ്യത്തെ വ്യക്തി, കേരള ഗവർണറായ ആദ്യത്തെ വ്യക്തിയാണ് പി സദാശിവം. ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഉപരാഷ്ട്രപതിയായ വ്യക്തിയാണ് എം ഹിദായത്തുള്ള.
ഓക്കെ അല്ലേ? അടുത്ത നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന് നിങ്ങൾക്ക് അറിയാം, രണ്ടും നിങ്ങൾക്ക് അറിയാം. സുപ്രീം കോടതിയുടെ പിൻ കോഡ്. എം ഹിദായത്തുള്ള സുപ്രീം കോടതി ഹിദായത്തുള്ള എന്നോട് പറയുക ആ പോയിന്റ്. ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഉപരാഷ്ട്രപതി ആയിട്ടുള്ള വ്യക്തി ഹിദായത്തുള്ള, എം ഹിദായത്തുള്ള. ഓക്കെ അല്ലേ? ശരി. സുപ്രീം കോടതിയുടെ പിൻ കോഡ്. 100-110. സോറി പറയാം, ഒന്നുകൂടെ പറയാം. സോറി. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഉപരാഷ്ട്രപതിയായി. ഓക്കെ. ഇനി അടുത്തത് എനിക്ക് വേണ്ടത് സുപ്രീം കോടതിയുടെ പിൻ കോഡ്. മാറിയിട്ടില്ലേ? അടുത്ത് മാറിയിട്ടുണ്ടോ? സുപ്രീം കോടതി പിൻ കോഡ് മാറി. 110 201. അതായത് 110 201 എന്നാണ് എന്റെ ഓർമ്മയിൽ കിടക്കുന്നത്. അതല്ലേ? മാറിയോ? 110 201. 110 201 ആദ്യമൊക്കെ. ഇപ്പോ 110 പിന്നെയും 201 അങ്ങനെയാണ് കാണുന്നത്. 110 201 അങ്ങനെ ആക്കി. അതിപ്പോൾ വന്നത് ആദ്യത്തേത് 110201 എന്നുള്ള നമ്പറാണ് 201. ഓക്കെ ഓക്കെ ശരി. ഇപ്പൊ നിങ്ങളെ കൊടുക്കേണ്ടത് എത്രയേ ഉള്ളൂ? 110 201 കൊടുക്കുക, ഒരു ബാർ ചിഹ്നം കൊടുത്തിട്ട് 111 001 കൊടുക്കുക. അത് മാറ്റി 201 എന്നാണ് എന്റെ ഓർമ്മയിൽ കിടക്കുന്നത്. മാറ്റി പഴയത് മാറ്റിയിട്ടുണ്ടോ? അത് പഴയത് തന്നെ ആക്കി എന്നാണ് എന്റെ ഓർമ്മയിൽ കിടക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. നിങ്ങളിപ്പോ ഇങ്ങനെ എഴുതുക, 110 201 കൊടുത്ത് ഒരു ബാർ ചിഹ്നം കൊടുക്കുക, കൊടുത്തിട്ട് 11 001 കൂടെ കൊടുത്തേക്കുക. എന്നിട്ട് നിങ്ങൾ അത് ചെക്ക് ചെയ്യാം, ടിക്കറ്റ് വെച്ചേക്കുക. ഓക്കെ ആണോ? സാർ ആരോ അതില് സൈറ്റിൽ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെ ആയിരിക്കില്ല എന്തായാലും. അത് തന്നെ ആയിരിക്കും. നമുക്കത് ചെക്ക് ചെയ്യാം. നിങ്ങൾ തൽക്കാലം ഇത് ഇങ്ങനെ ബാർ ചിഹ്നം കൊടുത്ത് ടിക്കറ്റ് വെച്ചാൽ നിങ്ങളുടേതായ രീതിയിൽ സിമ്പിൾ കൊടുത്ത് വെച്ചിട്ടേ. അരുണ RS അതിൽ ഇട്ടിട്ടുണ്ട് സൈറ്റിൽ. ഇപ്പോ 110 001 ആണെന്നുള്ളത്. അരുണ RS, അരുണ താങ്ക് യു. അപ്പൊ അത് അരുണ ഇപ്പൊ ഇട്ടേക്കുന്ന സൈറ്റിൽ ഇപ്പൊ 11 001 ആണെന്നാണ് അരുണ ഇപ്പൊ ഇട്ടേക്കുന്ന സൈറ്റിൽ. ഓക്കെ അല്ലേ? എന്തായാലും അത് നമുക്ക് ഓൾഡ് തന്നെയാണെന്ന് വിട്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങളിപ്പോ ഇങ്ങനെ കൊടുക്കുക, ഈ നമ്പർ കൊടുത്ത് ഒരു ബാർ ചിഹ്നം കൊടുത്തിട്ട്, ഞാൻ പറഞ്ഞ 110 201 കൊടുത്ത് ഒരു ബാർ ചിഹ്നം കൊടുത്തിട്ട് 11 001 കൊടുക്കുക. എന്നിട്ട് ഒരു ടിക്കറ്റ് വെക്കുക, നിങ്ങളുടേതായ രീതിയിൽ ഒരു ഇത് കൊടുക്കുക, എന്നിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? ശരി. ഇനി പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് പറഞ്ഞാൽ എനിക്ക് അരവിന്ദ് ബോബ്ഡെ. എത്രാമത്തെയാണ് അദ്ദേഹം? 47 ആണ്. 47. ഓക്കെ അല്ലേ? ശരി. ഇനി സുപ്രീം കോടതി ജഡ്ജ് ആവാനുള്ള യോഗ്യതകൾ ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് കേട്ടോളുക. ഇന്ത്യൻ പൗരനായിരിക്കണം അദ്ദേഹം. ഓക്കെ ആണല്ലോ? ഹൈക്കോടതി ജഡ്ജായിട്ട് 5 വർഷമോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് ആയിട്ട് 10 വർഷമോ ജോലി നോക്കിയിരിക്കണം. ഇന്ത്യൻ പ്രസിഡന്റ് അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു നിയമജ്ഞനാവണം. ഓക്കെ അല്ലേ? ഇന്ത്യൻ പ്രസിഡന്റ് അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു നിയമജ്ഞനാവണം. 5 വർഷമോ അല്ലെങ്കിൽ 5 വർഷം ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കണം, അല്ലെങ്കിൽ 10 വർഷം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ഉള്ള അഡ്വക്കേറ്റ് ആയിരിക്കണം. നിയമജ്ഞനാണോ അല്ലയോ എന്ന് നമ്മുടെ പ്രസിഡന്റ് ഡിസൈഡ് ചെയ്യണം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു നിയമജ്ഞനായിരിക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ഓക്കെ ആണോടെ? പറയാമോ? അതായത് 5 വർഷം അല്ലെങ്കിൽ 5 വർഷം ഹൈക്കോടതിയിൽ ജഡ്ജായിട്ട് ജോലി നോക്കണം. അതല്ലെങ്കിൽ 10 വർഷം നമ്മുടെ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ഉണ്ടാവണം. ഇന്ത്യൻ പ്രസിഡന്റ് അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് ഒരു നല്ലൊരു നിയമജ്ഞനാണ്, അല്ലെങ്കിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു നിയമജ്ഞനാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യം ഉണ്ടാകണം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പ്രഗത്ഭനായിട്ടുള്ളൊരു അഡ്വക്കേറ്റ് ആയിരിക്കണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ സാർ. ഓക്കെ ശരി. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ളതൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? ഡൗട്ട് ഉള്ളതൊക്കെ നമുക്ക് ടിക്കറ്റ്, എല്ലാ ഡൗട്ടും നിങ്ങൾ ടിക്കറ്റ് മാറ്റി വയ്ക്കണം. ആ ഡൗട്ടുകൾ പ്രത്യേകം എഴുതി വെച്ചേക്കണം.
കാര്യം അതിനുവേണ്ടി ഒരു ക്ലാസ് നമുക്ക് തരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് അതാത് സമയത്ത് നിങ്ങളുടെ ഗ്രൂപ്പിലിട്ട് സാറിനെ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സാറ് തരികയും ചെയ്യും. സാറ് നല്ല നിങ്ങൾക്ക് അതല്ലാണ്ട് ഒരു എക്സ്പ്ലനേഷൻ പുള്ളിയുടെ വക തന്നെ വരുന്നുണ്ട്, അതിലും ഇത് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ ആണോ? ഒരു തവണ പറയുമോ? ഏതാണ് നമ്മുടെ സുപ്രീം കോടതി മറ്റേ ജഡ്ജിന്റെ യോഗ്യതയാണോ? അതെ സാർ. അതായത് 5 വർഷം ഹൈക്കോടതിയിൽ ജഡ്ജായിരിക്കുക. ഓക്കെ. പിന്നെ പിന്നെ ഞാൻ പറഞ്ഞത് 10 കൊല്ലം അവിടെ അഡ്വക്കേറ്റ് ആയിട്ട് ജോലി നോക്കുക. ഓക്കെ. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അഭിപ്രായത്തിൽ ഒരു പ്രഗത്ഭനായിട്ടുള്ള അഡ്വക്കേറ്റ് ആയിരിക്കണം അദ്ദേഹം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ സാർ. ഓക്കെ, ശരി. അടുത്തത് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അടുത്തത് ആർട്ടിക്കിൾ 148 മുതൽ 151 വരെയാണ് CAG യെ കുറിച്ച് പറയുന്നത്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഓക്കെ അല്ലേ? CAG യെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 148 മുതൽ 151 വരെയാണ്. പൊതുഖജനാവിന്റെ സൂക്ഷിപ്പുകാരൻ, കാവൽക്കാരൻ, പൊതുമുതലിന്റെ കാവൽക്കാരൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാവൽക്കാരൻ എന്നിങ്ങനെ അറിയപ്പെടും. പൊതുഖജനാവിന്റെ സൂക്ഷിപ്പുകാരൻ, പൊതുമുതലിന്റെ കാവൽക്കാരൻ, സമ്പദ് വ്യവസ്ഥയുടെ കാവൽക്കാരൻ എന്നിങ്ങനെ CAG അറിയപ്പെടുന്നു. പിന്നെയുണ്ട് വിഷയം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നു. സാർ ഒന്നുകൂടെ പതുക്കെ പറയുമോ? പറയാലോ. പൊതുഖജനാവിന്റെ സൂക്ഷിപ്പുകാരൻ, പൊതുമുതലിന്റെ കാവൽക്കാരൻ, സമ്പദ് വ്യവസ്ഥയുടെ കാവൽക്കാരൻ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാടും. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ സുഹൃത്തും തത്വജ്ഞാനിയും എന്നിങ്ങനെയാണ് വിശേഷണങ്ങൾ. ഒന്നുകൂടെ ഞാൻ അത് വായിക്കാം. സാറേ, സുഹൃത്തും പിന്നെന്താ പറഞ്ഞ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ സുഹൃത്തും പറയാം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ സുഹൃത്തും കമ്മിറ്റിയുടെ കണ്ണും കാതും. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും തത്വജ്ഞാനി എന്ന് പറഞ്ഞല്ലോ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ സുഹൃത്തും തത്വജ്ഞാനി, അങ്ങനെയല്ലേ പറഞ്ഞു? വഴികാട്ടി എന്ന് പറഞ്ഞായിരുന്നോ? ഓക്കെ. അപ്പൊ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ സുഹൃത്തും തത്വജ്ഞാനി. വഴികാട്ടി എന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? പറഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഓർമ്മിച്ചിരുന്നോളാം. ചിലപ്പോ ഞാൻ എന്തൊക്കെയാണ് പറയാൻ അറിയില്ല, മെമ്മറിന്ന് വരുന്ന പോലെ പറയും. 1-2 പോയിന്റുകൾ മാത്രമേ ഇങ്ങനെ കുറിച്ച് വെച്ചിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ശരി. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന തന്നെ പോയിന്റ്, ഇന്ത്യൻ അക്കൗണ്ട്സിന്റെ ഓഡിറ്റിന്റെ ഒക്കെ തലവൻ ആണ് നമ്മുടെ CAG. ഓക്കെ അല്ലേ? CAG യെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 148, 151. പൊതുഖജനാവിന്റെ സൂക്ഷിപ്പുകാരനെന്നും നമ്മുടെ നമ്മുടെ പൊതുമുതലിന്റെ കാവൽക്കാരനെന്നും സമ്പദ് വ്യവസ്ഥയുടെ കാവൽക്കാരനെന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്ന് പറയുന്നുണ്ട്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ സുഹൃത്തും തത്വജ്ഞാനിയും ഫിലോസഫർ എന്നും പറയുന്നു. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ അക്കൗണ്ട്സിന്റെയും ഓഡിറ്റിന്റെ വകുപ്പിന്റെയും ഒക്കെ തലവനാണ് CAG. ഓക്കെ ആണ്? ഇത്രയും ഓക്കെ ആണ്? ആർട്ടിക്കിൾ 148, 51 തന്നെയല്ലേ സർ? 148 മുതൽ 151 വരെ, 148 to 151. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നിയമിക്കുന്നതും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതും ഇദ്ദേഹത്തെ നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നത് ഇംപീച്ച്മെന്റ് ചെയ്തിട്ട് അവസാനം പ്രസിഡന്റ് ഒപ്പിടും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? റിമൂവ് ആവും. നിയമനം, സത്യപ്രതിജ്ഞ, നീക്കം രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നത് ഇംപീച്ച്മെന്റിലൂടെയാണ്. പാർലമെന്റ് ഇംപീച്ച്മെന്റ് പാസ്സാക്കി പ്രസിഡന്റ് അയക്കുന്നു, പ്രസിഡന്റ് ഒപ്പിടുന്നു. ഓക്കെ ആണല്ലോ? സുപ്രീം കോടതി ജഡ്ജിനെ സെയിം അതേ സ്റ്റാറ്റസ് തന്നെ. ക്വാളിഫിക്കേഷൻ ആയാലും ശരി, സ്റ്റാറ്റസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ക്വാളിഫിക്കേഷനും അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പരിഗണന, അതായത് അദ്ദേഹത്തിന്റെ പ്രോട്ടോകോൾ രീതികളെല്ലാം തന്നെ സുപ്രീം കോടതി ജഡ്ജിന്റെ അതേ രീതിയാണ്.
സെയിം സുപ്രീം കോടതി ജഡ്ജിന്റെ കിട്ടുന്ന അതേ പരിഗണനയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അതേ രീതി, അതേ ക്വാളിഫിക്കേഷൻ. 6 വർഷം അല്ല 65 വയസ്സാണ് അദ്ദേഹത്തിന്റെ ഏജ് കാലാവധി. CAG റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർട്ടിക്കിൾ 151 അനുസരിച്ചിട്ടാണ് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. CAG തന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ 151 സംസ്ഥാനങ്ങളിലാണെങ്കിൽ അത് ഗവർണർക്കാണ് CAG റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. സെൻട്രലിലാണെങ്കിൽ പ്രസിഡന്റിനാണ് CAG റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. സെൻട്രലിലാണെങ്കിൽ പ്രസിഡന്റിന് റിപ്പോർട്ട് സമർപ്പിക്കും, സ്റ്റേറ്റിലാണെങ്കിൽ ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. അതായത് കുറച്ചുകൂടെ കറക്റ്റ് പറഞ്ഞാൽ ഇവരുടെ ജോലി കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും എല്ലാ വരവ് ചെലവ് കണക്കും, എത്ര ഒരു രൂപ ഒരു 50 പൈസ ഇവർ ചെലവാക്കിയാൽ പോലും അതിന്റെ കണക്ക് എല്ലാം CAGക്ക് വേണം. CAG അതെല്ലാം ഓഡിറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് പ്രസിഡന്റിനെ സമർപ്പിക്കുന്നു, അല്ലെങ്കിൽ ഗവർണർക്ക് സമർപ്പിക്കുന്നു. ഗവർണർ ലോക്സഭയില് അല്ലെങ്കിൽ നിയമസഭയില് അത് വയ്ക്കുന്നു, അവിടെ ചർച്ച ചെയ്യുന്നു. ഓക്കെ, അതുവരെ ഇത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഓക്കെ ആണോ? പിടികിട്ടിയോ? ഓക്കെ ആണോ? എല്ലാവരും ഉണ്ടായിട്ടൂടെ? ബോറടിക്കുന്ന ഉറക്കം വരണ ഉണ്ട്? എല്ലാവരും ഉണ്ടായിട്ടൂടാ? ഷാജി ഹസീനയൊക്കെ ഇവിടെ ഉണ്ടാ? ലക്ഷ്മി വിആർ ഉണ്ടാ? റിൻഷി KV, സാനില SC, ആദ്രിൻ മറിയ. ഓക്കെ, എല്ലാവരും ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇരിക്കുവാണ് ഞാൻ. അനു DP, നീത രാജേഷ്, ഫെബിൻ X തോമസ്, അതുല്യ വിജയൻ. ഓക്കെ ആണേ? ഇവിടെ ഉണ്ടോ എല്ലാവരും? അടുത്തിലൂടെ പോയിക്കോട്ടോ. മുഹമ്മദ് ഇവിടെ ഉണ്ടല്ലോ? ഓക്കെ, ശരി. അടുത്തത് എനിക്ക് നിങ്ങളോട് 2 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. ഫസ്റ്റ് CAG ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരണം. ബി നരഹരി റാവു ആണ് ഫസ്റ്റ് CAG. ഓക്കെ അല്ലേ? അടുത്തതും നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ പ്രസന്റിൽ വാർത്തയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആള് പ്രസന്റ് CAG രാജീവ് മഹർഷി. മർമു അല്ലേ? ഗിരീഷ് ചന്ദ്ര അല്ല, ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഇപ്പോഴത്തെ 14ാമത്തെ CAG. ഗിരീഷ് ചന്ദ്ര മുർമു. ഗിരീഷ് ചന്ദ്ര 14ാമത്തെ CAG ആണ്. അദ്ദേഹത്തിന്റെ പേര് ഗിരീഷ് ചന്ദ്ര മുർമു. ഗിരീഷ് ചന്ദ്ര മുർമു. ഫസ്റ്റ് വി നരഹരി റാവു, 14ാമത്തത് ഗിരീഷ് ചന്ദ്ര മുർമു. ഇദ്ദേഹമായിരുന്നില്ലേ ജമ്മു കാശ്മീരിന്റെ പിന്നെ ഫസ്റ്റ് ലെഫ്റ്റനന്റ് ഗവർണർ ഉണ്ടായിരുന്നത്? ഓക്കെ അല്ലേ? ശരി. തൊട്ട് മുമ്പത്തെ മഹർഷി ആണെന്നാണ് എന്റെ ഓർമ്മ കിടക്കുന്നത്. തൊട്ടുമുമ്പ് മഹർഷി ആയിരുന്നാടെ? രാജീവ് മഹർഷി ആയിരുന്നു കേട്ടാ. ഇപ്പോഴത്തെ ആള് നമ്മുടെ 14ാമത്തെ ആളാണ് ഇപ്പോൾ ഉള്ളത്, ഗിരീഷ് ചന്ദ്ര മുർമു എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റത്തതും പ്രസന്റ് എപ്പോഴും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നരഹരി റാവു ഇപ്പൊ പ്രസന്റ് 14ാമത്തെ, ആ നമ്പർ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, 14. ഓക്കെ ആണേ? ശരി. അടുത്തത് പാർട്ട് 4 സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയാൻ പോകുന്ന ആർട്ടിക്കിളിലോട്ട് ഞാൻ പോവുകയാണ്. 152 മുതൽ 237 വരെയാണ് സംസ്ഥാനങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. 152 മുതൽ 237 വരെ. 152 മുതൽ 237 വരെയാണ് പാർട്ട് 6 സംസ്ഥാനങ്ങളെ കുറിച്ച് പറയുന്നു. ഓക്കെ അല്ലേ? അതിൽ ഗവർണറെ കുറിച്ച് പറയുന്നത് 153 മുതൽ 162 വരെ. പാർട്ട് 6 സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുന്നത് 152 മുതൽ 237 വരെ. അതിൽ ഗവർണറെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 153 മുതൽ 162 വരെ. 153 മുതൽ 162 വരെ. സർ, ഗവർണറിന്റെ ആർട്ടിക്കിൾ ഒന്നുകൂടെ പറയൂ. 153 മുതൽ 162 വരെ. 153 to 162
പാർട്ട് 6 സംസ്ഥാനത്തിനെ കുറിച്ച് പറയുന്നു 152 to 237. സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണം എക്സിക്യൂട്ടീവ് ഒക്കെ നമ്മുടെ ഗവർണറുടെ ചുമതലയാണ്. സംസ്ഥാനത്തെ കാര്യനിർവഹണം ഗവർണറാണെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 153. സംസ്ഥാനത്തെ എക്സിക്യൂട്ടീവുകളുടെ അധികാരം പരമാധികാരം ഗവർണറുടെ കയ്യിലാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 154. എക്സിക്യൂട്ടീവുകളെ കുറിച്ച് പറയുന്നത് ഗവർണറാണ്. എക്സിക്യൂട്ടീവുകളുടെ പരമാധികാരി എന്ന് പറയുന്ന ആർട്ടിക്കിൾ 154. പറയാം. അതായത് പാർട്ട് 6 സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നു 152 മുതൽ 237 വരെ. അതില് ഗവർണറെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 153 മുതൽ 162 വരെ. 153 മുതൽ 162 വരെ ഗവർണർ. പാർട്ട് 6 സംസ്ഥാനങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 152 മുതൽ 237 വരെ. ഓക്കെ ആണോ ആതിര? അപ്പം സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണത്തിന്റെ എല്ലാ ചുമതലയും ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ അത് ഗവർണറുടെ കയ്യിലാണ്. അതുപോലെ എക്സിക്യൂട്ടീവുകളുടെ പരമാധികാരിയും ആരാണെന്ന് ചോദിച്ചാൽ അതും ഗവർണറാണ്. അപ്പൊ എല്ലാ കാര്യനിർവഹണത്തിന്റെ തലവനും എക്സിക്യൂട്ടീവുകളുടെ പരമാധികാരിയും ഗവർണറാണ്. സംസ്ഥാനത്തെ കാര്യനിർവഹണത്തിന്റെ വിഭാഗത്തിന്റെ തലവൻ എന്ന അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 153 എക്സിക്യൂട്ടീവുകളുടെ പരമാധികാരിയാണ് അദ്ദേഹം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 154. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഉറങ്ങിപ്പോയാ? എൻ്റെ കൂടെ ഉണ്ടോ? സംസ്ഥാന കാര്യനിർവഹണം 153. സംസ്ഥാന കാര്യനിർവഹണത്തിന്റെ തലവൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 153 അനുസരിച്ച്. എക്സിക്യൂട്ടീവിന്റെ പരമാധികാരി 154. ഓക്കെ താങ്ക് യു സർ. ഓക്കെ. നിയമിക്കുന്നത് പ്രസിഡന്റിനെ, ഗവർണറെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് ആണ്. ആർട്ടിക്കിൾ 155 അനുസരിച്ച് പ്രസിഡന്റ് നിയമിക്കുന്നതും റിമൂവ് ചെയ്യുന്നതും നമ്മുടെ പ്രസിഡന്റ് ആണ്. ആർട്ടിക്കിൾ 155 ഗവർണറെ റിമൂവ് ചെയ്യുന്നതും നിയമിക്കുന്നതും. യോഗ്യത 35 വയസ്സ് തികഞ്ഞ ഇന്ത്യൻ പൗരനായിരിക്കണം. അദ്ദേഹത്തിന്റെ യോഗ്യതകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 137. ഗവർണർക്ക് വേണ്ട യോഗ്യതകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 157 157. ഗവർണറുടെ യോഗ്യതയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 157. സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അത് ആർട്ടിക്കിൾ 159 ഗവർണറുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 159. ഗവർണർ രാജിക്കത്ത് നൽകേണ്ടത് നമ്മുടെ പ്രസിഡന്റ് ആണ് രാജിക്കത്ത് നൽകേണ്ടത്. പറയാലോ. പാർട്ട് 6 സ്റ്റേറ്റുകളെ കുറിച്ച് പറയുന്നു 152 മുതൽ 237 വരെ. ഗവർണറെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 153 മുതൽ 162 വരെയാണ്. സംസ്ഥാനത്തെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എന്നാണ് ഗവർണറെ കുറിച്ച് പറയുന്നത്. അത് ആർട്ടിക്കിൾ 153 അനുസരിച്ചാണ്. ആർട്ടിക്കിൾ 154 അനുസരിച്ച് എക്സിക്യൂട്ടീവ് അധികാരം, എക്സിക്യൂട്ടീവുകളുടെ പരമാധികാരി ഗവർണറാണെന്ന് പറയുന്നു. അതായത് എക്സിക്യൂട്ടീവ് അധികാരത്തിന്റെ പരമാധികാരി ഗവർണറാണ്. ആർട്ടിക്കിൾ 155 അനുസരിച്ച് പ്രസിഡന്റിനെ, ഗവർണറെ നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും പ്രസിഡന്റ് ആണ്. യോഗ്യത 35 വയസ്സ് തികഞ്ഞ ഇന്ത്യൻ പൗരനായിരിക്കണം. ആർട്ടിക്കിൾ 157 അനുസരിച്ച്. ആർട്ടിക്കിൾ 157 ആണ് യോഗ്യതകളെ കുറിച്ച്, ഗവർണർക്ക് വേണ്ട യോഗ്യതകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 157. സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 159. ഗവർണറുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 159. സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇദ്ദേഹം ഗവർണർ രാജിക്കത്ത് നൽകേണ്ടത് ഇന്ത്യൻ പ്രസിഡന്റിനാണ്. ഗവർണറുടെ കാലാവധി 5 വർഷമാണ്. സംസ്ഥാന നിയമസഭ എന്ന് പറഞ്ഞാൽ ഗവർണറും നിയമസഭയും കൂടെ ചേർന്നാണ് സംസ്ഥാന നിയമസഭ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 213 ആണ്. ഗവർണർക്ക് പൊതുമാപ്പ് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അത് ആർട്ടിക്കിൾ 161 അനുസരിച്ചാണ്. ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുക 213 സാറേ? 213.
ഓക്കെ അല്ലേ? ഒരു കാലാവധി 5 വർഷം കഴിഞ്ഞ് പറഞ്ഞ പോയിന്റ് എന്നൂടെ പറയുമോ? കാലാവധി 5 വർഷമാണ്. ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം കൊടുക്കുന്ന ആർട്ടിക്കിൾ 213 ആണ്. അദ്ദേഹത്തിന് പൊതുമാപ്പ് നൽകാൻ പെർമിഷൻ നൽകുന്ന ആർട്ടിക്കിൾ 161 ആണ്. 161. യെസ് ആതിര. സാറേ രാജ്യ പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് ആർട്ടിക്കിൾ ഒന്നുമില്ലേ? അത് നമുക്ക് വേണ്ട, ജസ്റ്റ് ഒന്ന് കുറിച്ച് വെച്ചിരുന്നാൽ മതി. ആർട്ടിക്കിൾ ഉണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ പോർഷൻ തീരൂല. എനിക്ക് വളരെ കുറച്ച് ദിവസം വേണ്ടി തന്നിട്ടുള്ളൂ. പൊതുമാപ്പ് 161 ആണോ 163 ആണോ? 161 ആണ്. 161 ആണ് എന്റെ ഓർമ്മയിലുള്ളത്. ഓക്കെ, ശരി. ഇനി നിയമസഭാ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നതും നിയമസഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്യുന്നതും ഗവർണറാണ്. അത് നമുക്ക് അറിയാം, ജസ്റ്റ് മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ അല്ലേ? നിയമസഭാ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് ഗവർണറാണ്. ആദ്യം നിയമസഭയെ അഭിസംബോധന ചെയ്യുന്നതും ഗവർണറാണ്. സഭയെ പിരിച്ചുവിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതും ഒക്കെ ഗവർണറാണ്. മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി റിക്വസ്റ്റ് കൊടുക്കുന്നു, അതനുസരിച്ച് ഗവർണർ നിയമസഭ പിരിച്ചുവിടുകയും ഇലക്ഷന് ഉള്ള ഡിക്ലറേഷന് അനുമതി കൊടുക്കുകയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരുപക്ഷെ ഗവർണർ ഇല്ല എങ്കിൽ ഈ ചുമതലകളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഇനി ഗവർണർക്ക് ഉള്ള 1-2 ചെറിയ കാര്യങ്ങൾ മസ്റ്റാണ്. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണറാണ്. മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നതും ഗവർണറാണ്. PSC ചെയർമാനെ നിയമിക്കുന്നതും ഗവർണറാണ്. ഓക്കെ അല്ലേ? PSC അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. ഹൈക്കോടതിക്ക് താഴെയുള്ള കോടതികളിലെ ജഡ്ജസ്, അറ്റോർണി ജനറൽ ഇവരെയൊക്കെ നിയമിക്കുന്നത് ഗവർണറാണ്. മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാര്, സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പ് അംഗങ്ങൾ, സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, സ്റ്റേറ്റ് PSC ചെയർമാൻ അല്ലെങ്കിൽ അവിടുത്തെ അംഗങ്ങള്, സ്റ്റേറ്റ് PSC ചെയർമാൻ, അവിടുത്തെ അംഗങ്ങള്, അതിലെ മറ്റംഗങ്ങള്, ഹൈക്കോടതിക്ക് താഴെയുള്ള കോടതികളിലെ ജഡ്ജസ്, ഇവരെ നിയമിക്കുന്നത് അറ്റോർണി ജനറലിനെ, കേരളത്തിന്റെ അറ്റോർണി ജനറലിനെ നിയമിക്കുന്നതും നമ്മുടെ ഗവർണറാണ്. മുഖ്യമന്ത്രി, മറ്റ് മന്ത്രിമാർ, സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, സ്റ്റേറ്റ് PSC ചെയർമാൻ ആൻഡ് PSCയുടെ മറ്റംഗങ്ങള്, ഹൈക്കോടതിക്ക് താഴെയുള്ള കോടതികളിലെ ജഡ്ജസ്, അറ്റോർണി ജനറൽ ഇവരെ നിയമിക്കുന്നത് നമ്മുടെ ഗവർണറാണ്. ഇനി ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഫസ്റ്റ് കേരള ഗവർണർ എന്റെ കൂടെ ഉണ്ടല്ലാരും? ഫസ്റ്റ് കേരള ബി രാമകൃഷ്ണ റാവു. ഓക്കെ. 1956 നവംബർ 22-നാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് കേരള ഗവർണറായിട്ട്, ഡ്യൂട്ടി കൈകാര്യം ചെയ്യുന്നത്. അതിന് മുന്നേ ഒരാളുണ്ടായിരുന്നു. ആ ആളെ ഈ ഇടയ്ക്ക് PSC ചോദിച്ചു. അതായിരുന്നു എനിക്ക് പറഞ്ഞത്. കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ആക്ടിംഗ് ഗവർണർ ഉണ്ടായിരുന്നു. അയാളെ ഈ ഇടയ്ക്ക് PSC ചോദിച്ചു. അതായിരുന്നു എനിക്ക് പറഞ്ഞത്. BN റാവു അല്ല, ഒരു റാവു ആണ്. BN അല്ല, ഇനിഷ്യലാണ് ഇമ്പോർട്ടന്റ്. PS റാവു എന്നാണ്. PS റാവു. ഫസ്റ്റ് കേരള ഗവർണർ ആരെന്ന് ചോദിച്ചാൽ ബി രാമകൃഷ്ണ റാവു ആണ്. അദ്ദേഹം അദ്ദേഹം ഗവർണറായിട്ട് നിയമിക്കപ്പെടുന്നത് 56 നവംബർ 22-നാണ്. ഈ 51 നവംബർ 1-ന് കേരളം രൂപീകരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ആക്ടിംഗ് ഗവർണർ ഉണ്ടായിരുന്നു. അതായിരുന്നു PSC ചോദിച്ചിട്ടുണ്ട്. അയാളുടെ പേര് PS റാവു എന്നാണ്. ബി രാമകൃഷ്ണ റാവു ഏത് ഡേറ്റിനായിരുന്നു? നവംബർ മാസം 22. ഓക്കെ അല്ലേ? ഇനി ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഗവർണർ ആവുന്ന ആദ്യത്തെ മലയാളിയെ നിങ്ങൾക്കറിയാം, VP മേനോനാണ്. 1951 ഒഡീഷയിലാണ്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഗവർണർ ആവുന്ന ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചാൽ VP മേനോനാണ്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഗവർണർ ആവുന്ന ആദ്യത്തെ മലയാളി ചോദിച്ചാൽ ആരാടെ? VP മേനോൻ. ഓക്കെ. മലയാളി വനിതാ ഗവർണറും ആരാന്ന് ചോദിച്ചാൽ അതും നമുക്കറിയാം, M ഫാത്തിമ ബീവി. ഫസ്റ്റ് മലയാളി വനിതാ ഗവർണർ ഫാത്തിമ ബീവിയാണ്. അവര് തമിഴ്നാട്ടിന്റെ ഗവർണറായിരുന്നു.
ഫസ്റ്റ് വനിതാ ഗവർണർ ജസ്റ്റിസ് എം ഫാത്തിമ ബീവി ആണ്. അവര് തമിഴ്നാട്ടിലെ ഗവർണറായിരുന്നു. ഫാത്തിമ ബീവി തന്നെയായിരുന്നു ഫസ്റ്റത്തെ വനിതാ ജഡ്ജി. ഫസ്റ്റിലത്തെ വനിതാ ജഡ്ജിയും അവര് തന്നെയായിരുന്നു. സുപ്രീം കോടതിയിലെ ഫസ്റ്റ് വനിതാ ജഡ്ജി ഫാത്തിമ ബീവി. ദീപി മേനോന്റെ എവിടെയായിരുന്നു സാറേ? അതിന് ഒഡീഷയിലായിരുന്നു. ഒഡീഷ. ഡേറ്റ് ഇയർ എന്ന് പറയുമോ? 951 എന്നാണ് എന്റെ ഓർമ്മയിൽ കിടക്കുന്നത്. 951 അത് തന്നെയാണ്. 51 തന്നെയാണ്. അടുത്തത് PSC ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻ. കേരള ഗവർണറായ ഫസ്റ്റ് വനിത ജ്യോതി വെങ്കടാചലം. അതിന്റെ കൂടെ കണക്ട് ചെയ്ത് PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുവാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വനിതാ ചാൻസലർ ആരാണ്? ഗവർണർ തന്നെയല്ലേ? അപ്പൊ ജ്യോതി വെങ്കടാചലം. ജ്യോതി വെങ്കടാചലം തന്നെയാണ്. ശ്രദ്ധിക്കുക, എല്ലാ യൂണിവേഴ്സിറ്റികളെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലർ ഇപ്പോഴും ഗവർണർ ആയിരിക്കും. വൈസ് ചാൻസലർ മാത്രമാണ് മാറി വരുന്നത്. ഇപ്പൊ PSC ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചാൻസലർ ആരും ചോദിച്ചിട്ടുണ്ട്, ജ്യോതി വെങ്കടാചലം. കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആരും ചോദിച്ചാലും ജ്യോതി വെങ്കടാചലം. 1977 മുതൽ 1982 വരെ ആയിരുന്നു അവര് കേരളത്തിന്റെ വനിതാ ഗവർണറായിട്ട് ജോലി നോക്കിയത്. പിടികിട്ടിയ 77-82 1977 1982. റിപ്പീറ്റ് ചെയ്യോ? അതായത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ജ്യോതി വെങ്കടാചലമാണ്. അവര് ജോലി നോക്കിയ കാലഘട്ടം 1977 മുതൽ 1982 വരെയായിരുന്നു. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ എല്ലായ്പ്പോഴും അതാത് സമയത്തെ ഗവർണർ ആയിരിക്കും. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ സർവകലാശാലകളിൽ ചാൻസലറായ ആദ്യത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജ്യോതി വെങ്കടാചലമാണ്. ഓക്കെ, ഇന്ത്യയുടെ ഫസ്റ്റ് വനിതാ ഗവർണർ ആരാണ്? സരോജിനി നായിഡു. ഏത് സംസ്ഥാനത്തായിരുന്നു? യുപി. അപ്പൊ ഇന്ത്യയിലെ ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഫസ്റ്റ് വനിതാ ഗവർണർ ആരെന്ന് വെച്ചാൽ സരോജിനി നായിഡു ആണ്. അവര് UP-യിലായിരുന്നു ഗവർണറായിട്ട് ജോലി നോക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം, GK സ്ഥിരമായിട്ട് ചോദിക്കുന്നത്, നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ പറയുന്നു. കേരള ഗവർണർ ആയ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി? VV ഗിരിയാണ് കേരള ഗവർണർ ആയ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി. അപ്പൊ PSC മുമ്പ് സ്ഥിരമായി ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ, കേരളത്തിൽ ഗവർണറായി ജോലി നോക്കിയ മലയാളി, ഫസ്റ്റ് മലയാളി? വിശ്വനാഥൻ എന്ന് പറയുന്ന ആളാണ് കേരളത്തിൽ ഗവർണറായി ജോലി നോക്കിയ ഫസ്റ്റ് മലയാളി. ഓക്കെ അല്ലേ? ഇപ്പോഴത്തെ ഗവർണർ എല്ലാവർക്കും അറിയാം ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് അദ്ദേഹം ഗവർണർ. പക്ഷെ അദ്ദേഹം എത്രാമത്തെ ഗവർണറാണ് കേരളത്തിന്റെ? 22ാമത്തെ കേരളത്തിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഓക്കെ, 22 എന്നാണ് എന്റെ ഓർമ്മ കിടക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ 22ാമത്തെ കേരള ഗവർണറാണ്. ഓക്കെ ആണല്ലോ? ശരി, ഇനി ഗവർണറാണ് നമ്മുടെ നിയമസഭയിലോട്ട് ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നോമിനേറ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കേരള ഗവർണർ ആയ ഫസ്റ്റ് മലയാളി ആരെന്ന് ചോദിച്ചാൽ V വിശ്വനാഥനാണ് കേരള ഗവർണർ ആയ ഫസ്റ്റ് മലയാളി. ഓക്കെ അല്ലെ? 22ാമത്തെ കേരള ഗവർണറും പ്രസന്റ് കേരള ഗവർണറും ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ. ഓക്കെ അല്ലേ? നമ്മുടെ ഇതെല്ലാം ഒന്നുകൂടെ പറയൂ. ഓക്കെ, ഏത് മുതലാ പറയണ്ടേ? ഫെബിൻ എക്സ്. കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർ അവിടെ നിന്നിട്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ എല്ലായ്പ്പോഴും കേരള ഗവർണർ ആയിരിക്കും. ആരാണോ കേരള ഗവർണർ ആ ഗവർണർ ആയിരിക്കും എല്ലായ്പ്പോഴും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ ചാൻസലർ. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ വനിതാ ചാൻസലർ ആരെന്ന് ചോദിച്ചാൽ ജ്യോതി വെങ്കടാചലം. കാരണം കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ജ്യോതി വെങ്കടാചലമായിരുന്നു.
ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കോടതിയിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഗവർണറായ ആദ്യത്തെ വനിതയായിരുന്നു ചോദിച്ചാൽ അതാണ് ജ്യോതി വെങ്കിടാചൽ സരോജിനി നായിഡു. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഗവർണറായ ആദ്യത്തെ വനിത സരോജിനി നായിഡു ഉത്തർപ്രദേശിലായിരുന്നു. കേരളത്തിൽ ഗവർണറായി ജോലി നോക്കിയ ആദ്യത്തെ മലയാളി വി വിശ്വനാഥൻ. പ്രസന്റ് കേരള ഗവർണറും 22ാമത്തെ കേരള ഗവർണറും ഒരാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഒരു പോയിന്റ് അതിന്റെ ഇടയ്ക്ക് ഒന്നും പറഞ്ഞായിരുന്നല്ലോ. കേരള ഗവർണറായ ശേഷം രാഷ്ട്രപതി ആയത് വി വി ഗിരി. അതാണോ പറഞ്ഞേ? അതന്നെ. ഓക്കെ. അടുത്തത് നമ്മുടെ ഗവർണറാണ് ഒരു അംഗത്തെ ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നമ്മുടെ നിയമസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. അപ്പം അദ്ദേഹം ഇപ്പൊ നോമിനേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരെന്ന് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നെ. വിൻസെന്റ് എംപോൾ ആണ് ഇപ്പൊ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആള്. വിൻസെന്റ് എംപോൾ ആണ്. ജോൺ ഫെർണാണ്ടസ് ആണ് ഇപ്പോഴത്തെ നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. അപ്പൊ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നോമിനേറ്റ് ചെയ്യുന്ന ആരെന്ന് ചോദിച്ചാൽ സംസ്ഥാന നിയമസഭയിലോട്ട് അത് ഗവർണറാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഒരു ആളെ നോമിനേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഓക്കെ അല്ലേ? കേരളത്തിലെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ സംസ്ഥാന മന്ത്രിസഭയിലോട്ട് പോകുന്നു. പോട്ടാ, ടൈമായ 12:31 ഞാൻ പോട്ടാ. ഓക്കോട്ടെ. സംസ്ഥാന മന്ത്രിസഭ ആരിഫ് മുഹമ്മദ് ഖാൻ 25ാമത്തത് എന്നാണ് കാണുന്നത്. തന്നെ എന്റെ ഓർമ്മ കിടക്കുന്ന 22 എന്നാണ്. അത് ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ എന്തായാലും ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഓക്കെ, ശരി. അപ്പൊ അടുത്തതിലോട്ട് പോയിക്കോട്ടെ. പറയട്ടെ ഞാൻ അടുത്തോട്ട്. ഒന്നും വന്നില്ല, ഒരു കമന്റ് വന്നില്ല. ഒരാൾ മാത്രം ഓക്കെ എന്ന് അയച്ചു. ഓക്കെ, ശരി. സംസ്ഥാന മന്ത്രിസഭയെ കുറിച്ച് പറയുന്നത് മന്ത്രിസഭയാണ്. മുഖ്യമന്ത്രിമാരെ കുറിച്ച് സംസ്ഥാന മന്ത്രിസഭയെ കുറിച്ചും പറയുന്നു. സംസ്ഥാന മന്ത്രിസഭ ഒന്ന് ഹെഡിങ് കൊടുക്കുക. മുഖ്യമന്ത്രിയെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ നിയമനം ആർട്ടിക്കിൾ 164 അനുസരിച്ചാണ് മുഖ്യമന്ത്രിയെ ഗവർണർ നിയമിക്കുന്നത്. ആർട്ടിക്കിൾ 164 അനുസരിച്ച്. ഓക്കെ അല്ലേ? ആർട്ടിക്കിൾ 164 അനുസരിച്ച് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നു ഗവർണർ. 91ാമത്തെ അമെന്റ്മെന്റ് 2003 91ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം നമ്മുടെ നിയമസഭയിൽ എത്ര അംഗങ്ങളുണ്ടോ അതിന്റെ 15% കൂടുതൽ ആവാൻ പാടില്ല കേരളത്തിലെ മന്ത്രിമാരുടെ എണ്ണം, മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ എണ്ണം. 91ാമത്തെ അമെന്റ്മെന്റ് 2003 ഇത് പ്രകാരം സംസ്ഥാന മന്ത്രിസഭയിൽ സിഎം അടക്കം ആ നിയമസഭയിൽ എത്ര അംഗങ്ങളുണ്ടോ അതിന്റെ 15% മാത്രമേ പാടുള്ളൂ. 15% കൂടാൻ പാടില്ല. മുഖ്യമന്ത്രിയെ ഗവർണർ നിയമിക്കുന്നു ആർട്ടിക്കിൾ 164 അനുസരിച്ച്. 2003 91ാം അമെന്റ്മെന്റ് പ്രകാരം സംസ്ഥാന നിയമസഭകളിൽ എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങളുടെ 15% മാത്രമേ മുഖ്യമന്ത്രി അടക്കം മന്ത്രിസഭയിൽ ഉണ്ടാവാവൂ. മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ ആകെ എണ്ണം നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15%. പിടികിട്ടിയോ? ഓക്കെ. അപ്പൊ ഇപ്പൊ എന്റെ ചോദ്യം, ഇപ്പൊ കേരള മന്ത്രിസഭയിൽ എത്ര അംഗങ്ങളുണ്ട്? 19 മാക്സിമം ഉണ്ട്. മാക്സിമം 21 അംഗങ്ങളാണ്ട് ഇപ്പൊ ഉണ്ട്. ഓക്കെ അല്ലേ? 21 അംഗങ്ങളുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയിലോട്ട് പോകണം. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ CM ആരാടെ? ഓക്കെ. ഫസ്റ്റ് CM ആയിട്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത ഡേറ്റ് 1957 ഏപ്രിൽ 5. അപ്പം ഫസ്റ്റ് CM EMS ആണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് ഏപ്രിൽ 5, 1957 അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം. ഓക്കെ അല്ലേ?
ഫസ്റ്റ് കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാടെ? ആർ ശങ്കർ. ഫസ്റ്റ് കേരള മുഖ്യമന്ത്രി, കോൺഗ്രസ്സുകാരനായ കേരള മുഖ്യമന്ത്രി ആർ ശങ്കർ. കറക്റ്റ് ആണ്. ഫസ്റ്റ് കേരള മുഖ്യമന്ത്രിയായ കോൺഗ്രസ്സുകാരനായിരുന്നു വെച്ചാൽ ആർ ശങ്കർ. അടുത്ത ക്വസ്റ്റ്യൻ, തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായി ജോലി നോക്കിയ കേരള മുഖ്യമന്ത്രി? സി അച്യുതമേനോൻ. സി അച്യുതമേനോൻ. ഓക്കെ അല്ലേ? ഏറ്റവും കൂടുതൽ കാലം CM ആയ വ്യക്തി? ഏറ്റവും കൂടുതൽ ഓക്കെ. ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി? ഏറ്റവും പ്രായം കൂടിയ കേരള മുഖ്യമന്ത്രി? സച്ചിദാനന്ദൻ. നിലവിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ? മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രാമത്തെ കേരള മുഖ്യമന്ത്രിയാണ്? സർ? 22ാമത്തെ കേരള മുഖ്യമന്ത്രി. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും 22 മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ടോ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറി. പിണറായി വിജയൻ എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു? 22ാമത്തെ വ്യക്തിയാണ്. വ്യക്തിയല്ല, മുഖ്യമന്ത്രി അല്ല, 22ാമത്തെ വ്യക്തിയായിരിക്കും. ഓക്കെ അല്ലേ? 22ാമത്തെ വ്യക്തി ആയിരിക്കില്ലല്ലോ സാർ. 22 വ്യക്തികളൊക്കെ ഉണ്ടോ? 22ാമത്തെ 22nd ആണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ 2-3 തവണയൊക്കെ ഇരുന്നിട്ടുണ്ട്. 22ാമത്തെ മുഖ്യമന്ത്രി ആണെന്നാണ് എന്റെ ഓർമ്മ. വ്യക്തി ആയിരിക്കില്ലല്ലോ. അതൊന്ന് ചെക്ക് ചെയ്യണം. എന്റെ ഓർമ്മയെന്ന് വരുന്നത് അതൊന്ന് ചെക്ക് ചെയ്യണം. 22ാമത്തെ CM 12ാമത്തെ വ്യക്തി. 22ാമത്തെ CM 12ാമത്തെ വ്യക്തി. ഓക്കെ അല്ലേ? 22ാമത്തെ CM എന്നെ കൂടെ കുഴപ്പിച്ചു മുഹമ്മദ്. കുഴപ്പമില്ല. 22ാമത്തെ CM ആണ്. 12ാമത്തെ വ്യക്തി. എത്രാമത്തെ വ്യക്തിയാണ് മുഹമ്മദേ? എത്രാമത്തെ വ്യക്തിയാണ്? അതായത് 12ാമത്തെ വ്യക്തിയാണ്. അത്ര വ്യക്തികളിലായിട്ടുള്ളൂ. അതാണ് കൺഫ്യൂഷൻ ആയത്. 22ാമത്തെ മുഖ്യമന്ത്രി, 22ാമത്തെ കേരള മുഖ്യമന്ത്രിയാണ്. ശരി. അപ്പൊ എന്റെ പിന്നും GK ഞാൻ നിങ്ങളോട് തന്നെ ചോദിച്ച ആൻസർ എടുക്കുവാണ്. ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അവസാനം ഇത് ഒരു റൗണ്ട് ഞാൻ ഫുള്ള് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. എന്റെ ചോദ്യം, ഇന്ത്യയിലെ ഫസ്റ്റ് വനിതാ മുഖ്യമന്ത്രി? ഓക്കെ, സുജേത കൃപലാനി കറക്റ്റ് ആണ്. എവിടെയാണ്? ഏത് സ്റ്റേറ്റിലാണെന്ന് അറിയോ? ഉത്തർപ്രദേശ്. അപ്പൊ എന്റെ അടുത്ത ഓക്കെ, മലയാളി മുഖ്യമന്ത്രിയായ ആദ്യത്തെ മലയാളി വനിത? ജാനകി രാമചന്ദ്രൻ. MGRന്റെ വൈഫ് ജാനകി രാമചന്ദ്രൻ. ഓക്കെ അല്ലേ? 2 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായിട്ട് ജോലി നോക്കിയ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പറയാമോ? ND തിവാരി. ഓക്കെ. അത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന് പറയാമോ? ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്. ഓക്കെ, ഇനി ഞാൻ പറയാം. 22ാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഫസ്റ്റ് വനിതാ CM ആയിട്ട് ജോലി നോക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ വനിതയായിരുന്നു വെച്ചാൽ സുജേത കൃപലാനിയാണ്. UP-യിലായിരുന്നു. CM ആയ ഫസ്റ്റ് മലയാളി വനിത ആയിരുന്നു വെച്ചാൽ MGRന്റെ വൈഫായിരുന്ന ജാനകി രാമചന്ദ്രനാണ്. ഓക്കെ. 2 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായിട്ട് ജോലി നോക്കിയ ആളുടെ പേര് ND തിവാരി. UP-യിലും ഉത്തരാഖണ്ഡിലും അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ജോലി നോക്കിയിട്ടുണ്ട്. അവസാനം പറഞ്ഞ 2 പോയിന്റ് ഒന്നുകൂടെ പറയുമോ? ND തിവാരിയാണ് UP-യിലും ഉത്തരാഖണ്ഡിലും മുഖ്യമന്ത്രിയായിട്ട് ജോലി നോക്കി. 2 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയായിട്ട് ജോലി നോക്കിയ ആളാണ് ND തിവാരി. ഓക്കെ. പേര് ഏതിൻ്റെതാ അറിയാം? ഇല്ല, ND തിവാരി എന്നാണ് എന്റെ മെമ്മറി കിടക്കുന്നത്. ഓക്കെ. പിന്നെ ഉള്ളത് ഞാൻ പറയാം, ജാനകി രാമചന്ദ്രൻ. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ആവുന്ന ആദ്യത്തെ വനിതയാണ് ജാനകി രാമചന്ദ്രൻ. MGRന്റെ വൈഫായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് സുജേത കൃപലാനിയാണ് ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി. അവര് UP-യിലായിരുന്നു. ND തിവാരി ഏതൊക്കെ സ്റ്റേറ്റിലായിരുന്നു? ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും. ഉത്തരാഖണ്ഡ് എന്നല്ലേ ഞാൻ പറഞ്ഞു? സാർ, ജാനകി രാമചന്ദ്രൻ ഏത് സംസ്ഥാനത്തിന്റെ? തമിഴ്നാട്. ഓക്കെ അല്ലേ? ശരി. ഇനി അടുത്ത ചോദ്യം GK ജസ്റ്റ് ചോദിച്ചു പറഞ്ഞു. ഒരു നിയമസഭാ അംഗത്തിന്റെ കാലാവധി എത്രയാണ്? 5 വർഷം. ഓക്കെ, 5 വർഷം. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള നിയമസഭ ഏതാണ്? UP. ഉത്തർപ്രദേശിലെ നിയമസഭയ്ക്കാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത്. എത്ര അംഗങ്ങളുണ്ടെന്ന് അറിയാമോ അവിടെ? 80. അത് ലോക്സഭ സീറ്റാണ്. 81 ഉണ്ട്. ഇത് MLA സീറ്റാണ് ഉദ്ദേശിച്ചത്. 403 അംഗങ്ങളുണ്ട് മൊത്തം അവർക്ക്.
ഏറ്റവും കുറവുള്ള മെമ്പേഴ്സ് ഉള്ള നിയമസഭ ആരുടെയാണെന്ന് അറിയാവോ? സിക്കിം. അപ്പൊ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള നിയമസഭ ഏതെന്ന് ചോദിച്ചാൽ UP, ഏറ്റവും കുറവ് അംഗങ്ങളുള്ള നിയമസഭ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിക്കിമാണ്. ഒരു നിയമസഭ അംഗമാവാൻ വേണ്ട കുറഞ്ഞ പ്രായം ഏതെന്ന് ഞാൻ മുമ്പ് പഠിപ്പിച്ചിരുന്നു. എത്രയാ വയസ്സ്? 25. 25 വയസ്സ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം എത്രയാ? 21. ശരി. നിയമസഭയുടെ അധ്യക്ഷൻ ഒരു സ്പീക്കറാണ്. നിയമസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണെന്ന് പറയുന്ന ആർട്ടിക്കിൾ 178 ആണ്. നിയമസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണെന്ന് പറയുന്ന ആർട്ടിക്കിൾ 178 ആണ്. ഓക്കെ അല്ലേ? നിയമസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 178 ആണ്. അപ്പൊ ഇപ്പോഴത്തെ സ്പീക്കർ ആരാ? ശ്രീരാമകൃഷ്ണൻ. ഓക്കെ, P. ശ്രീരാമകൃഷ്ണൻ വിവാദങ്ങളിലൊക്കെ കൊണ്ടായിരുന്ന ആള്. ഓക്കെ, ഒരുപാട് ഇപ്പം നമുക്ക് വാർത്തയിലൊക്കെ അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു. P. ശ്രീരാമകൃഷ്ണൻ. ഓക്കെ ആണല്ലോ? ശരി. അപ്പൊ അടുത്ത എന്റെ ചോദ്യം, ഫസ്റ്റ് കേരള സ്പീക്കർ ആർ ശങ്കരനാരായണൻ തമ്പി. ഓക്കെ അല്ലേ? ഇനി ചില സംസ്ഥാനങ്ങൾക്ക് 2 സഭയുണ്ട്, അതായത് അവർക്കൊരു ലെജിസ്ലേറ്റീവ് കൗൺസിലും കൂടിയുണ്ട്. അത് ആർക്കൊക്കെയാണെന്നും കൂടെ ഞാനങ്ങ് പറയുകയാണ്. UPക്കുണ്ട്. ഓക്കെ, UP, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്. UPക്കുണ്ട്, ആന്ധ്രാപ്രദേശിനുണ്ട്. ആന്ധ്രാപ്രദേശിന് സെപ്പറേറ്റ് മാറിപ്പോയ സംസ്ഥാനമായിട്ടുള്ള തെലങ്കാനയ്ക്കുണ്ട്. പിന്നത്തെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആയ കർണാടകയ്ക്കുണ്ട്, മഹാരാഷ്ട്രയ്ക്കുണ്ട്, ബീഹാറിനുണ്ട്. 6 പേർക്കാണ് ഇപ്പോൾ ഉള്ളത് ത്രിമണ്ഡല സഭയുള്ള സംസ്ഥാനങ്ങൾ. ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന. ഓക്കെ ആണോ? 6 സംസ്ഥാനങ്ങൾ, അതായത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകയുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, ആന്ധ്രാപ്രദേശിന് വേറിട്ട് പോയ ആൾക്കാർ തെലങ്കാന, ഇങ്ങനെ 3 സ്റ്റേറ്റ്. ഓക്കെ അല്ലേ? പിന്നെ മഹാരാഷ്ട്ര, UP ഉണ്ട്, ബീഹാർ ഉണ്ട്, അങ്ങനെ 6 സ്റ്റേറ്റ്. ഓക്കെ അല്ലേ? നമ്മുടെ രാജ്യസഭയുടെ അതേ കാലാവധി അംഗങ്ങൾക്കുള്ളത് 6 വയസ്സാണ് അംഗങ്ങൾക്കുള്ള കാലാവധി. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്നോട് കമന്റ് ചെയ്തേ. ഓക്കെ ആണോ? ഓക്കെ, ശരി. ഓക്കെ, അപ്പം ഞാൻ ഏകദേശം ഇതോടുകൂടി ഇവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ ടോപ്പിക്ക് നമ്മൾ ഒരു വഴിക്ക് നമ്മൾ അടുപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഇതിനകത്ത് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് റൗണ്ട് ചെയ്ത് ഇടുക. എന്നിട്ട് ഈ മിസ്റ്റേക്ക് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കുക. സാറ് നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. പിന്നെ ഒരു ക്ലാസ് മിക്കവാറും അതിന് അവര് എനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡൗട്ടുകൾ കൂടെ ക്ലിയർ ചെയ്യാം. ഓക്കെ അല്ലേ? ഇനിയുള്ള വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ സ്പീഡിന് തീർക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ നിങ്ങളുടെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, 2019 മുതൽ 20 വരെ ഇതുവരെ നടന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും സംഘടിപ്പിക്കണം. അതിന്റെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിന്റെ 4 ഓപ്ഷൻ എടുത്ത് നിങ്ങൾ പ്രത്യേകം ഒരു ചെറിയ രീതിയിൽ നോട്ട് ഉണ്ടാക്കി വെക്കണമെന്ന് പറയായിരുന്നു. വല്ലതും ആയായിരുന്നു അത്? ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നില്ല. അങ്ങനെ കിട്ടി ഗ്രൂപ്പിൽ ഇട്ടാൽ വളരെ ഉപകാരമായിരുന്നു സാർ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കിട്ടുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ കൊടുക്കാൻ നോക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ഓരോരുത്തരുടെ കയ്യിലും ഓരോ, ഇപ്പം സ്കൂൾ എക്സാമിന്റെ ഇത് നടക്കുന്നു, KS-ന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, മാക്സിമം ആൾക്കാർ ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രൂപ്പിൽ ഇടുക. ഓക്കെ അല്ലേ? 2019, 2020 ഇതുവരെ നടന്ന എക്സാം. ഓക്കെ ആണോ? ഓക്കെ ആണോ?